ഉദാഹരണം പറഞ്ഞാൽ നമ്മളിന്ന് നമ്മൾ ദൂരത്തെയും സമയത്തെയും കീഴ്പ്പെടുത്തിയ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. നമ്മൾ ദൂരത്തെ കീഴ്പ്പെടുത്തി, നമ്മൾ സമയത്തെ കീഴ്പ്പെടുത്തിയ വ്യക്തികളാണ്. അങ്ങനെ നമ്മൾ സമയത്തെ കീഴ്പ്പെടുത്തിയത്. ദൂരത്തെയും സമയത്തെയും നമുക്കൊരുപോലെ കീഴ്പ്പെടുത്താനായിട്ട് ഒത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വീടിൻ്റെ കുറച്ച് മണ്ണ് മാറ്റണമെങ്കിൽ ഒരു 50 പേരെങ്കിലും എത്ര ദിവസമെങ്കിലും തച്ചെടുത്താലേ ഒരുമാതിരി അതൊന്നും റെഡിയാക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലം, എന്തിനു വേണ്ടിയും ഒത്തിരി സമയം എടുക്കുന്നൊരു കാലം. ഒരു വാർക്കയൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി പക്ഷേ ഇന്ന് നമുക്കറിയാം, മണ്ണൊക്കെ മാറ്റണമെങ്കിൽ JCB ഒക്കെ വന്നാൽ 1, 2, 3 നമ്മളൊരു 2, 4, ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ജോലി മണിക്കൂറുകൾ കൊണ്ട് അവർ തീർക്കും. അപ്പം നമ്മൾ സമയത്തെ കീഴ്പ്പെടുത്തിയവരാണ്. സമയത്തെ കീഴ്പ്പെടുത്തി. പണ്ട് ഒരു മരണമൊക്കെ പണ്ടെന്നൊന്നും പറയണ്ട, എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം ഓർമ്മ കാണും. ഞങ്ങളുടെയൊക്കെയുള്ള പ്രിയപ്പെട്ടവർ കുടിയേറ്റക്കാരായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ ഒരു മരണമൊക്കെ ഉണ്ടായാൽ ഇവരെയൊക്കെ അറിയിക്കാൻ എന്തൊരു പാടാണ്. പാലക്കാട്ടൊന്നോ നിലമ്പൂന്നൊക്കെ ഒരാൾ വരണമെങ്കിൽ എത്രമാത്രം കാത്തിരിക്കണമായിരുന്നു. അന്ന് ഞാനും പോയിട്ടുണ്ട് കുഞ്ഞിലെ. ഒരു മരണമൊക്കെ ഉണ്ടായാൽ അറിയിക്കാനായിട്ടൊരു പോക്കാണ്. ആ ജീപ്പയിലൊക്കെ കയറി കുഞ്ഞുനാളിൽ ഞാനും പോയിട്ടുണ്ട്. കോട്ടയം വഴി പോയി, വെള്ളിനാട് വഴി പോയി, ഇങ്ങനെ തിരിച്ച് നേരം വെളുക്കുമ്പോഴത്തേനും തിരിച്ചു വരും. വഴി അറിയാവുന്ന ചെറുപ്പക്കാരെങ്കിലും ജീപ്പ് പിടിച്ചോ വണ്ടി പിടിച്ചോ ബൈക്ക് എടുത്തോ ഒക്കെ പോകും, അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് സമയം ഒരു ഘടകമായിരുന്നു. ഇന്നത് വേണ്ട. ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ അറിയുന്നതിന് മുമ്പ് എല്ലാവരും അറിയും. പലരും ആരെങ്കിലും അകത്തുണ്ടായാൽ അമേരിക്കയുള്ള ആൾക്കാർ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിതറിയുന്നു. അവരെങ്ങനെ അറിഞ്ഞു? അവരവരുടെ ഫോണിലറിഞ്ഞു, നെറ്റിലറിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം അവിടെ അറിഞ്ഞു. മൂക്കിൻ്റെ തുമ്പത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായോ എന്ന് വിളിച്ച് ചോദിക്കുന്ന അമേരിക്കയിൽ ഇരിക്കുന്ന അച്ഛന്. അപ്പോഴാണ് നമ്മളറിയുന്നത് ആക്സിഡൻ്റ് ഉണ്ടായോ, ഇന്നര് മരിച്ചോ. എന്താ കാര്യം? നമ്മൾ ദൂരം സമയം നമുക്ക് വിഷയമല്ല. കാരണം നമ്മുടെ ഒരു ടെക്നോളജിയുടെ വളർച്ചയുടെ ലോകത്താണ്. പണ്ടെന്നൊന്നും പറയാനില്ല, കുറേ നാൾക്ക് മുമ്പ് ഞാനും പഠിക്കാൻ പോയപ്പോൾ അന്നൊരു അഭ്യസ്തവിദ്യരായ മക്കളെല്ലാം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കൂടുതൽ മക്കൾ 10+2 ഒക്കെ കഴിഞ്ഞാൽ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചിട്ട് നേരെ ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണെന്നറിയാമോ? ബോംബെയിലേക്കാണ്. ഇന്ന് ആ ഇൻവേഷൻ അങ്ങോട്ടുള്ളത് കുറഞ്ഞു. ബോംബെ ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റായി. ഇന്ന് കൂടുതലും IT മേഖലയായതുകൊണ്ട് ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ളൊരു ലോകത്തേക്കാണ്. മറ്റേ ബോംബെക്കാണ് പോകുക. ബോംബെക്ക് പോകണമെങ്കിൽ ബോംബെ ജയന്തി വേണം കയറിപ്പോവാൻ. എങ്ങനെ ആയാലും 1.5 ദിവസം എടുക്കും, അവിടെ 2 ദിവസം എടുക്കും എത്താൻ. പിന്നെ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത് ഡൽഹിക്കാണ്. ഡൽഹി, ബോംബെ, കൽക്കട്ട ഒക്കെയാണ് ഒരു ആർപ്പാടൊരു ആശ്വാസം. ഡൽഹിക്ക് പോകണമെങ്കിൽ KK കയറണം. KK കയറിയാൽ 3-ാം നാളെ അവിടെ എത്തത്തുള്ളൂ. അതുവരെയുള്ള നാരങ്ങ ചോറും ഒക്കെ ആയിട്ട്, എണ്ണ ഇല്ലാതെ ഒലത്തിയെടുത്ത് ഇറച്ചിയോ മീനോ ഒക്കെ ആയിട്ട് അവിടത്തെ കയറിയാൽ 3 ദിവസം കഴിയുമ്പോൾ അവിടെ എത്തും. എന്തോ ഒരു യാത്രയാണ്. തിരിച്ച് വരുമ്പം കാണാം കരി പിടിച്ച പോലെയാണ് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അല്ലേ? വന്നിറങ്ങുമ്പോഴേ അറിയാം. വീട്ടിൽ കയറുമ്പോൾ ആദ്യം വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആവശ്യപ്പെടുന്നത് കുളിച്ചിട്ടേ കയറാവുന്ന. കാരണം ഈ ഡൽഹി വരെ ഇവിടം വരെയുള്ള മുഴുവൻ പൊടിയും ഈ ദേഹത്ത് കാണും. അങ്ങനെ ദൂരം നമുക്കൊരു വിഷയം, സമയം നമുക്കൊരു വിഷയം. ഇന്നതല്ല. ട്രെയിനിൻ്റെ ഫെയറിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിളാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ 3 മണിക്കൂർ കൊണ്ട് ഡൽഹി ചെല്ലും, അല്ലെ 3.5 മണിക്കൂർ കൊണ്ട് ചെല്ലും. നമ്മൾ കൊണ്ട് പിള്ളേരെ എയർപോർട്ടിൽ വിട്ടിട്ട് അവർ ദുബൈ ചെന്നാലും നമ്മൾ വീട്ടിൽ വരത്തില്ല. പക്ഷേ അവർ പറയും, അവിടെ ചെന്നെന്ന് പറയും, ദൂരത്തെ നമ്മൾ കീഴ്പ്പെടുത്തി, സമയത്തെ നമ്മൾ കീഴ്പ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കീഴ്പ്പെടുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയാണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കുണ്ട്, IT എന്നുള്ളൊരു വാക്കാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയും ഒരു വലിയ വിസ്ഫോടനം നമ്മുടെ നടുവിൽ ഉണ്ടായി. IT-യുടെ ഒരു വലിയ വിസ്ഫോടനം. ഒത്തിരി കൊച്ചുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വലിയ വിസ്ഫോടനം കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കൈപ്പിടയിലേക്ക് ഒതുങ്ങുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നു. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുമുണ്ട്. IT-യെക്കുറിച്ച് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടാകുമ്പം തന്നെ അതിൻ്റെ ഒരു ഡിജിറ്റൽ പൊല്യൂഷനുണ്ട്. ഈ പണ്ട് നമ്മൾ പൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പം കൂടുതലും
വായു മലിനീകരണത്തെക്കുറിച്ചും പ്ലാസ്റ്റിക്കിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചിന്തിച്ചുകൊണ്ടിരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി കുറച്ച് മനുഷ്യർ കുറച്ചുകൂടെയൊക്കെ അവെയറായി കൂടുതലും അല്ലാത്തത് ഉപയോഗിക്കാം. നമുക്ക് തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഗ്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് വേണ്ട, കഴിവതും പേപ്പർ മതി, പേപ്പർ പ്ലേറ്റോ പേപ്പർ ഗ്ലാസ്സോ ഒക്കെ മതിയെന്ന് ഒരു പരിധി വരെ ഞങ്ങളുടെ ക്യാമ്പുകളിലൊക്കെ ഗ്ലാസ്സൊക്കെ മേടിക്കുമ്പോൾ അത് മതിയെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തി. കാരണം കുറച്ചൊക്കെ അവെയറായി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉള്ള മലിനീകരണത്തെക്കുറിച്ച്. പക്ഷെ നമ്മൾ അറിയാൻ പോകേണ്ട ചില കാര്യങ്ങൾ ഈ ഡിജിറ്റൽ പൊല്യൂഷനാണ്. ഡിജിറ്റൽ പൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തെ വല്ലാതെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഇതധികം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം തലയൊട്ടി ഉറയ്ക്കാത്ത മക്കൾക്ക് നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ തലയൊട്ടിയൊക്കെ ഇരിക്കുമ്പോൾ ഇതുങ്ങളുടെ തല നേരത്തെ മുട്ടയടിച്ചാൽ കാണാം നടുക്കൊരു സാധനം ഇതിങ്ങനെ അനങ്ങുന്ന കാണും. തല ഉറക്കുന്നതിന് മുമ്പ് തലമുടി മുട്ടയടിക്കുകയൊക്കെ ചെയ്താൽ ഉച്ചി ഉറയ്ക്കാത്ത പിള്ളേരുടെ കയ്യിൽ ഈ ഫോൺ കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് റേഡിയേഷൻ ഉണ്ടാകുക. കാരണം തലയൊട്ടിക്ക് കടുപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ പേരാണ് ഡിജിറ്റൽ പൊല്യൂഷൻ എന്നൊക്കെ പറയും. അത് രോഗങ്ങൾ. അതിലും വലിയ ഒരു ഡിജിറ്റൽ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇടയ്ക്ക് വായിച്ചപ്പോൾ ഒരു നല്ല രസകരമായ അറിവ് കിട്ടി. ഒരു 10-15 വർഷം അടുപ്പിച്ച് ഇങ്ങനെ നോക്കിയിരുന്നാൽ കുറേ കഴിയുമ്പോൾ ഈ പെടലി ഇങ്ങനെ താന്നു പോകുന്ന ഒരു അസുഖമുണ്ട്. പൊങ്ങാൻ വയ്യാതെ വരും. നിരവധിയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പിന്നെ പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നൊരു അസുഖം. അത് പലയിടത്തും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതൊക്കെ യൂറോപ്പിലൊക്കെ ഉണ്ടായത് ഒത്തിരി നാളുകൾ കൊണ്ടാണെങ്കിൽ അമിതമായ ഉപയോഗം മൂലം നമുക്ക് വേഗത്തെ ഉണ്ടാകും. അപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, പെടലി ഇങ്ങനെ താണിരുന്നാൽ ഇവനെ ഇനി ആത്മഹത്യ ചെയ്യാൻ പോലും കൊള്ളത്തില്ല. കാരണം കുഴുക്കിടണമെങ്കിൽ ഈ തല പൊക്കണ്ടേ, പെടലി അതിന് പോലും കൊള്ളാത്ത പോലെ മനുഷ്യൻ മാറും. പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുന്ന വേറൊരു വലിയൊരു പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പൊല്യൂഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു എഫക്റ്റാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. മറവിയുടെ ഒരസുഖം. നമുക്കറിയാം, മറവി ഇന്ന് മനുഷ്യന് ഭയങ്കര ഓർമ്മയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 1000-ലധികം നമ്പറുകൾ കാണാപ്പാടമായിരുന്നു, ഫോൺ നമ്പറുകൾ. അമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ അവരെങ്ങനെ വിളിക്കുമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അമ്മ ഈ ലാൻഡ് ഫോൺ എടുത്ത് വെക്കും, നമ്പർ അറിയത്തില്ല, പക്ഷെ കുത്തുമ്പം കറക്റ്റാവും. ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് കുത്തുമ്പോൾ ആ വിരലിങ്ങനെ കറക്റ്റ് ഓടും. അത് കാരണം അവർക്ക് ഭയങ്കര ഓർമ്മയായിരുന്നു. ഇന്നത്തെ നമ്മുടെ മിക്കവർക്കും നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് പോയാൽ നിങ്ങളുടെ അച്ചായൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ അമ്മയുടെ നമ്പർ അറിയത്തില്ല, വീട്ടിലെ നമ്പർ കുറഞ്ഞത് അതെങ്കിലും പഠിക്കണ്ടേ. ഒരു 20 പേരുടെ നമ്പർ അറിയാവുന്ന എത്ര പേരിനകത്തുണ്ട്? ഒരു 20. എനിക്ക് കുഞ്ഞിലെ ഒരു 100-150 നമ്പർ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈയിടയ്ക്കൊന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു 50 വരെ കഷ്ടിച്ചെത്തി. അതും പലതും തെറ്റി. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കാർക്കും ഓർക്കേണ്ട കാര്യമില്ല, എല്ലാം എവിടെ ഉണ്ട്? ഫോണിലുണ്ട്. അതുകൊണ്ട് എന്തോ പറ്റി, ആവശ്യം വരുന്നില്ല. പണ്ട് മക്കൾക്കോടെല്ലാം ചോദിച്ചാൽ നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമ്മുടെ ആൾക്കാർക്കെല്ലാം ഭയങ്കര കണക്ക് നിശ്ചയമായിരിക്കും. 2, 4, 3, 6, 8, 16, 9 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് A+ ഉണ്ടെങ്കിലും പട്ടിക ശരിക്കും അറിയത്തില്ല. കാരണം എന്നറിയാമോ? ഓർക്കേണ്ട കാര്യമില്ല, എല്ലാം എവിടെ ഉണ്ട്? ഫോണിലുണ്ട്. മോനെ ഒന്ന് കണക്ക് കൂട്ടിക്കുക, 4, 3, 7 എന്ന് പറയുമ്പോൾ ഇതെടുത്ത് അടിച്ചു നോക്കും. എന്താ കാര്യം? ഇതൊന്നും ഫീഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള ഒരറിവാണ്. വഴി അറിയത്തില്ല. കാര്യം എല്ലാം എന്തിനെയോ ഏൽപ്പിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു കാര്യമാണ് ഇൻഫർമേഷൻ ഡിമെൻഷ്യ. മറക്കേണ്ടതെല്ലാം മനുഷ്യനങ്ങ് മറവിയുടെ ലോകത്തേക്കാണ്. അപ്പോൾ ഈ ഡിമെൻഷ്യയുടെ ലോകത്ത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊന്നു പ്രിയരെ, IT മാത്രം പോരാ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു DIT വേണം, ഡിവൈൻ ഇൻഫർമേഷൻ വേണം. ഡിവൈൻ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകിയില്ല. മറവിയുടെ ഒരു വല്ലാത്ത ലോകം, ആർക്കും ഒന്നും ഓർമ്മയില്ല. പക്ഷേ വചനം പറയുന്നു, എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മറക്കാത്തവനെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ, മറയ്ക്കാത്തവനെ ദൈവത്തെ സ്തുതിക്കത്തുള്ളൂ. ഡിമെൻഷ്യ ബാധിച്ചവൻ ഒരിക്കലും കണ്ണുകൾ നിറയില്ല. പക്ഷെ മറവിയില്ലാത്തവൻ കർത്താവിൻ്റെ അടുക്ക വന്നാൽ അവൻ്റെ കണ്ണുകൾ എപ്പോഴും സജലങ്ങളായിരിക്കും. എന്താ കാര്യം?
ഒറ്റ കാര്യം, മറവിയില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഡിമെൻഷ്യ ബാധിക്കാത്ത ആരൊക്കെ ഇവിടെ ഉണ്ടോ അവിടെയൊക്കെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നിറയണം, അവിടെയൊക്കെ കരങ്ങൾ ദൈവസന്നിധിയിൽ ചലിക്കണം, അവിടെയൊക്കെ അതരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തുറക്കണം. കരങ്ങളെ അടിച്ച് അതരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അതരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഡിമെൻഷ്യ ഇല്ലല്ലോ നമുക്ക്. ഡിമെൻഷ്യ ഇല്ലാത്തവർ, ഡിമെൻഷ്യ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് അല്പമായ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഡിമെൻഷ്യ ഇല്ല, കർത്താവെ ഇന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ എല്ലാവരും അതരങ്ങൾ തുറന്ന് അല്പസമയം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലൈവിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ, എങ്കിലും അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇന്നും ഡിമെൻഷ്യ ബാധിക്കാത്ത ഒരു ഓർമ്മയുള്ള മനസ്സ്, ഓർമ്മയുള്ള ഒരു തലച്ചോറ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അല്പനേരം സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. എല്ലാവരും അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ട്. അല്പനേരം അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതരങ്ങൾ തുറക്കട്ടെ. ദൈവമക്കളുടെ ആത്മീയ സംഗമമാണിത്. ഞാൻ ഷാജു പാർഷോടൊക്കെ ചോദിച്ചു, ആരായിരിക്കുക ഇവിടെ ഇരിക്കുക? അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു നല്ല അറിവ്, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷവും അല്ല, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു വിശ്വാസി സമൂഹമാണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയൊക്കെ അല്ലാതെ കാണത്തുള്ളൂ. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അല്പനേരം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇത് ദൈവമക്കളുടെ ആത്മീയ സംഗമമായതുകൊണ്ട് എല്ലാവരും അതരങ്ങൾ തുറന്ന് കർത്തനേരം കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറക്കരുത്, തമ്പുരാൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മച്ചിട്ട വീടുകളിൽ നിങ്ങൾ പാർക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് മറക്കരുത്. എത്ര ഉയർന്നാലും ദൈവത്തെ മറക്കരുത്. പെസഹ ആചരിക്കുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം, നിങ്ങൾ മറവിയില്ലാത്തവരായി ജീവിക്കണം. ഷകന, റിക, നഗദന, ഹർക്കന, റെബനെ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ഒരു ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന് ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിക്കുന്ന അത് കഴിയാത്തത് ആർക്കാണ്? മറവിയുള്ളവർക്ക്. എൻ്റെ ദൈവമേ, എത്രയോ പേർക്ക് മറന്നു പോകുന്നു, എത്രയോ പേർക്ക് അൽഷമീസാക്കുന്നു, എത്രയോ പേർക്ക് ഡിമെൻഷ്യ ബാധിക്കുന്നു. എനിക്കിതൊന്നും ഇല്ലല്ലോ, ഇന്ന് ഓർമ്മയോടിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. നിൻ്റെ കൃപയാണല്ലോ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഷക നക ദിര ബന ഹടകന രഗജ രബന ഹദന റിഗല രഗജ രബന ഹദന റിബന. ഹല്ലേലൂയ. ഷകന രഗജ രബന ഹംത രബന ഹബ്ത രഗജ രബന ഷകന രബന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും ദൈവസന്ധ്യ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം. കാരണം ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്ന എത്ര പേർ ഇന്ന് ലോകം വിട്ടുപോയി. ഓരോ സന്ധ്യകളിലും ആ സന്ധ്യയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനൊരു വാക്ക് നന്ദി പറയാൻ കഴിയണം. ദൈവമേ, ഇന്ന് പകൽ മുഴുവൻ എന്നെ നടത്തിയ ദൈവം, ഹല്ലേലൂയ, ഓരോ യാമങ്ങളിലും എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കാരണം എന്നെ ദൈവം കാത്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണോയെന്ന് ചോദിച്ചാൽ അതൊരു ഒഴിവാക്കാനാവാത്ത, നമുക്കെല്ലാവർക്കും തന്നെ ഒഴിവാക്കാനാവാത്ത ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് മാറി. പക്ഷേ അതിലും വലിയൊരു ആവശ്യമാണ് ആ കൂട്ടത്തിൽ തന്നെ ഡിവൈൻ ഇൻഫർമേഷൻ കൂടെ ഉണ്ടാകുക. ഡിവൈൻ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇവിടം കൊണ്ട് തീർന്നു പോകും. ഡിവൈൻ ഇൻഫർമേഷൻ എന്താണ്? അതാണ് നമ്മളിന്ന് രാത്രി ചിന്തിക്കേണ്ട. മനുഷ്യനറിയേണ്ട ഏറ്റവും വലിയൊരു ഡിവൈൻ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഡിവൈൻ ഇൻഫർമേഷൻ ഇനി തെറ്റാണെങ്കിലോ അതല്ല, ഇത് മാത്രമാണ് ശരിയെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മുഴുവൻ ലോകമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ നിത്യതയായിരിക്കാം. എന്നോടൊരിക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ ചോദിച്ചു, ഇതെല്ലാം കള്ളമാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതെല്ലാം കള്ളമാണെങ്കിൽ, അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കുഞ്ഞെ ഇത് കള്ളമാണെന്ന് നീ അങ്ങ് വെച്ചോ. കള്ളമാണെങ്കിൽ എൻ്റെ ഈ 80 വർഷത്തിനകത്ത്, ഒരു ആയുസിനകത്ത് ഒരു 10-70 വർഷം അങ്ങ് പോയെന്നല്ലേ ഉള്ളൂ. പോയെന്നും ഞാൻ പറയത്തില്ലട മക്കളെ, സന്തോഷമായിരുന്നു ഈ യാത്ര. അപ്പം പിന്നെ അത് അത്ര നഷ്ടമൊന്നും അല്ല. കള്ളമല്ലെങ്കിലോ
കള്ളമല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ 70 എൻ്റെ നിത്യത മുഴുവനല്ലേ? അപ്പോൾ പ്രിയരെ, കള്ളമാണെങ്കിൽ ഇത്രയല്ലേ പോകത്തുള്ളൂ. ഇനി പോട്ടെ, കള്ളമല്ല, അതാണ്, അതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ളൊരു സത്യമാണെങ്കിൽ, ആ ഇൻഫർമേഷൻ സത്യമാണെങ്കിൽ നഷ്ടപ്പെടുന്നത് ഈ 70 നിത്യത മുഴുവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അറിയേണ്ട ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഡിവൈൻ ഇൻഫർമേഷൻസ്, അടിസ്ഥാനപരമായ ദൈവമക്കൾ അറിയേണ്ട, എല്ലാവരും അറിയേണ്ട ഡിവൈൻ ഇൻഫർമേഷൻസ്. അതെന്താണ് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏറ്റവും വലിയൊരു അറിവിതാണ്, ഈ ഇൻഫർമേഷനാണ് ഡിവൈൻ ഇൻഫർമേഷൻ. എൻ്റെ പൊന്നു മക്കളെല്ലാവരും തന്നെ, നിങ്ങളെല്ലാവരും ഈ ഡിജിറ്റൽ പൊല്യൂഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അത് നമുക്ക് മറ്റൊരു സാധ്യതയാണ് തരുന്നത്. ഞാൻ ഈ എങ്ങനെയത് പറയുക, ഒരു വല്ലാത്ത അഡിക്ഷനിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത അഡിക്ഷനിലേക്ക് പോവുകയാണ്. എനിക്കിതിനെ ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യം, ചർച്ചിലിരുന്നാൽ പോലും ഫോണ് ഉപയോഗിക്കുന്നവർ, അവർ അതിനകത്താണ്, എപ്പോഴും അതിനകത്താണ്, അതിനകത്ത് ഇങ്ങനെ അങ്ങ് മുഴുകുകയാണ്. അപ്പോഴത്തേനും നമ്മൾ കാണുന്ന, എൻ്റെ പ്രിയനെ, ഈ മുടിയുടെയൊക്കെ ഒരു കാലം, പിള്ളേരെല്ലാം ഞങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യനുമായിട്ട് ആൾക്കാർ കയറി ഉടക്കി, അവൻ്റെ മുടിയും കൊണ്ട് ചർച്ചയിൽ കയറാനൊക്കത്തില്ല. പക്ഷേ അവൻ്റെ അപ്പനവനെ ഇട്ടേച്ച് പോരോ കൊച്ചന. ഞാൻ പിന്നെ അവൻ്റെ പുറകെ പോയി കെട്ടിപ്പിടിക്കാൻ പോയി. കാരണം അവർക്ക് ബുദ്ധിമുട്ട്. ഇവൻ്റെ കുറ്റമല്ല, ഇവൻ ഈ ഉപ്പുമുളകിനകത്തെ മുടിയനെ കണ്ടിട്ടാണ് ഈ കൊച്ചൻ വരുന്നത്. അവൻ്റെ കുറ്റമല്ല. ഞാൻ അവനെ എങ്ങനെ കുറ്റം പറയും? അവർ പറഞ്ഞു, സൺഡേ സ്കൂളിൽ അവർ പറയുന്നു, ഇവനുണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കത്തില്ല, ഇവനെ ഇറക്കി വിടണം. അവൻ്റെ അകത്ത് മുഴുവൻ മുടിയും കയറിയിരിക്കുക. മുടിയെന്ന് പറഞ്ഞൊരുത്തനില്ലേ, അയ്യോ അറിയാൻ വയ്യാത്ത, ചിരിച്ച്, അമ്മച്ചി വരെ ചിരിച്ചു. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം, അപ്പം നിങ്ങളെല്ലാം പറയും സകല പേർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം എന്നാ? അല്ല, അതിൻ്റെ അർത്ഥം എന്നാ? ഇതെല്ലാം കാണാത്തവരാണ് നമ്മൾ, ഈ മുണ്ടാപ്പൂച്ച്, ഈ അത്. അപ്പോൾ ഇവരുടെ അകത്ത് ഇത് കയറിയിരിക്കുകയാണ്. നമ്മൾ ഇവരെ എന്തോ ചെയ്യും? നിങ്ങൾ പറ, എന്തോ ചെയ്യുന്ന ഈ പറയുന്നേ? ഈ കൊച്ചിനോട് അമ്മയ്ക്ക് അടിക്കണം, അമ്മ പറയാം, അവൻ്റെ ലോകം മുഴുവൻ ഇതിനകത്താണ്. അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം തലച്ചോറിൻ്റെ അകത്തോട്ട് മറ്റൊന്നും കയറുന്നില്ല. അതാണ് അതിൻ്റെ സത്യം, പരമാർത്ഥം അതാണ്. അവനോട് വഴക്ക് പറഞ്ഞാൽ അവനുമായിട്ട് പിണങ്ങാവുന്നുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ ഇവരെ കീഴ്പ്പെടുത്താൻ. സ്നേഹം കൊണ്ടല്ലാതെ ആർക്കും ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ദൈവത്തിനല്ലാതെ ആർക്കും ആരെയും വ്യത്യാസപ്പെടുത്താൻ കഴിയത്തില്ല. പ്രിയരെ, ഉപദേശം കൊണ്ട് മനുഷ്യർക്ക് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നേ പറയുന്നേ? ഉപദേശം അക്ഷരം കൊല്ലുകയാണ്, എന്നാൽ ജീവിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിക്കും. ഉപദേശങ്ങളല്ലേ നമ്മൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം നോക്കുക പ്രിയരെ, ഡിജിറ്റൽ പൊല്യൂഷനാണ് ഈ മനസ്സിനകത്തേക്ക് വല്ലാതെ കയറിക്കൊണ്ടിരിക്കുക. ഡിജിറ്റൽ പൊല്യൂഷൻ്റെ ഒരു ലോകത്തേക്ക് മനുഷ്യന് മാറിക്കൊണ്ടിരിക്കുകയാണ്. രോഗസൗഖ്യങ്ങൾ അതുണ്ടാകണമെങ്കിൽ ഈ പൊല്യൂഷൻ മാറണം. വളരെ ഗൗരവമായിട്ട് രോഗസൗഖ്യങ്ങൾ. കാരണം അടിസ്ഥാനപരമായി മനുഷ്യന് അറിയാത്തൊരു കാര്യമാണിത്. ഞാനൊരു ഭാഗം ധ്യാനിച്ചു. ആ ഭാഗം ഇതാണ്. ഫറവോൻ്റെ, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഫറവോൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു, കൊട്ടാരത്തിലേക്ക്. അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ നിമിത്തം ഫറവോൻ്റെ കുടുംബത്തെ ദൈവം അത്യന്തികം എന്ത് ചെയ്തു? ദണ്ണിപ്പിച്ചു എന്നൊരു വാക്യമുണ്ട്. വല്ലാത്ത ദണ്ഡന ഉണ്ടായി. അപ്പോൾ ഇതെനിക്കൊരു അറിവായി. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ചിലരോട് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ ഫോണിലെ വേണ്ടാത്ത ചില കാര്യങ്ങളെ അവർ പറഞ്ഞു, സാറാ മൂലം ഡണ്ണെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വേറെ ഒരാരുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ വീട്ടിലാരും വേണ്ട, നിൻ്റെ ഫോണിൽ വേറൊരു പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മതി, നിൻ്റെ വീട്ടിലേക്ക് രോഗം മാറത്തില്ല. അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ രോഗസൗഖ്യം പെട്ടെന്നുണ്ടാകുന്നത് ഞാൻ എൻ്റെ ശുശ്രൂഷയെ കണ്ടിട്ടുണ്ട്. അപ്പം വചനം സത്യമാണ്. എന്താ കാര്യം? ഡിജിറ്റൽ പൊല്യൂഷൻ. ഈ ഡിജിറ്റൽ പൊല്യൂഷൻ മനുഷ്യനെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുണ്ടോ? 1000 ഗുണങ്ങളുണ്ട്, 1000 ഗുണങ്ങൾ. അപ്പോൾ ഇതിനകത്തെ ഏറ്റവും വലിയ അറിവാണ് ഈ അറിവ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണവും ലോകത്തെ സ്നേഹിച്ചു. എന്താ അവിടെ സംഭവിക്കുക? മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് തൻ്റെ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനുമാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ
ദൈവനിഷേധം നടത്തി മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുകയും അങ്ങനെ ദുർവിനിയോഗം ചെയ്ത മനുഷ്യനിലേക്ക് പാപവും പാപത്താൽ മരണവും കടന്നു വരികയും അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായി മനുഷ്യൻ അറിയേണ്ട ഏറ്റവും വലിയൊരു ഇൻഫർമേഷനുണ്ട്. എല്ലാ മനുഷ്യരും പാപികളാണെന്നുള്ള അറിവാണ്. അതാണ് വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടു. അടിസ്ഥാനപരമായ അറിവാണ് എല്ലാ മനുഷ്യരും ആരാണ്, പാപികളാണ് എന്നുള്ള അറിവാണ്. അപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായ മരണം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മരണം പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന് ശാരീരികമായ മരണമാണ്. ആ ശാരീരികമായ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളെല്ലാം പലയിടത്തും അത് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന, എന്നെ എന്നല്ല സുവിശേഷകരായ നമ്മളെ എല്ലാവരെയും ഏൽപ്പിക്കുന്ന ഓരോ ദൂതുകൾ കാണും. അത് വളരെ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ലൈവ് എന്ന് പറയുന്ന ഒരാളാണ്. ലൈവിനെ വളരെ വിഷമിച്ചും അവരോട് വളരെ ബുദ്ധിമുട്ടിയുമാണ് പ്രഭാഷകർ കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ പ്രസംഗം ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ പ്രസംഗം ആവർത്തിക്കും. അത് എൻ്റെ ചർച്ചിലാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും പുതിയ പ്രസംഗം പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ഇന്ന് വരെ അവരോട് പറയാത്തൊരു ദൂത് പറഞ്ഞിട്ടാണ് 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങിയത്. അത് ഇന്നലെ രാത്രി എനിക്ക് കർത്താവ് തന്നൊരു ദൂതാണ്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യം ദൈവം ഏൽപ്പിക്കുന്ന ചില ദൂതുകൾ ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ ആവർത്തിക്കേണ്ടത് ഒറ്റ അറിവ് കൊണ്ടാണ്. ലോകം മാറിയാലും ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ലെന്നുള്ള സത്യമാണ്. അപ്പം ദൈവവചനം ഒരിക്കലും മാറ്റമില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ തമ്പുരാൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. അപ്പം നോക്കുക, മരണം ഇങ്ങനെ മനുഷ്യന് 3 മരണങ്ങളാണ്. ഒന്ന്, മരണത്തിന് 3 അവസ്ഥകളുണ്ട്. ഒന്ന് ശാരീരിക മരണമാണ്. ഈ ശാരീരിക മരണത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ഒന്ന്, ഈ ജീവിതം അത്ര മോശപ്പെട്ട ഒരു കാര്യമൊന്നല്ല. ആണോ ജീവിതം അത്ര മോശപ്പെട്ട ഒന്നാണോ? അല്ല. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ജീവിതം മോശമാണെന്നൊന്നും. കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ യേശുവിനോടൊപ്പം ഇവിടെ നടക്കാൻ, യേശുവിനോടൊപ്പം കുടുംബജീവിതം നയിക്കാൻ, യേശുവിനോടൊപ്പം സദാശുശ്രൂഷ നടപ്പാൻ. ഒറ്റ കാര്യം, അതും അത്ര മോശമൊന്നും അല്ല, മുന്നാസ്വാദനമാണ്. കർത്താവിൻ്റെ സ്വർഗത്തിന് മുമ്പ് യേശുവിനോടൊപ്പം ഇവിടെ നടക്കുന്നതും അത്ര മോശപ്പെട്ട ഒരു ജീവിതമൊന്നും അല്ല. എന്തൊരു സന്തോഷമുള്ളൊരു അനുഭവമാണ്. അതും വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തതാണ്. മരുഭൂപ്രയാണത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്തും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ദുഃഖങ്ങളിലും ദൈവത്തിൻ്റെ ആശ്വാസമില്ലേ? അപ്പം ഇതിനകത്ത് ഏറ്റവും ഒരു അറിവാണ് മനുഷ്യന് പാപത്താൽ സംഭവിച്ച ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമായ മരണം. 3 മരണങ്ങളാണ്. എന്നാൽ ശാരീരിക മരണം ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന് പാപം നേടിക്കൊടുത്ത വലിയൊരു ശാരീരിക മരണമുണ്ട്. മനുഷ്യൻ പാപം ചെയ്യുന്നു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. എന്നിട്ടും ആദമൊക്കെ ഒരു 900-ലൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. 1000 കടക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ഒരു ദിവസം മനുഷ്യൻ്റെ 1000 വർഷം പോലെയാണെന്നും 1000 സംവത്സരം എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാതെങ്കിലും 900 ഒക്കെ ജീവിക്കുന്ന ഒരു സംഭവം. പക്ഷേ കാലം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ കണ്ടു 6-ാം അധ്യായത്തിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടായി. ബോധിച്ച ഏവരെയും മനുഷ്യൻ എന്തായിട്ട് എടുത്തു? ഭാര്യമാരായിട്ട് എടുത്തു. ആദാമിന് ദൈവം ഹവ്വയെ കൊടുക്കുകയായിരുന്നു. ഈ പൊല്യൂഷനെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ കൊടുക്കുന്നത് മേടിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടും ബോധിച്ച എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? എടുക്കാനായിട്ട് തുടങ്ങി. എടുത്തു കഴിഞ്ഞപ്പം ദൈവം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ്സിനെ ഞാൻ എത്ര ആക്കി മാറ്റും? 120 മാറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സങ്കീർത്തനങ്ങളിൽ കാണുന്നൊരു വാക്യമുണ്ട്, 70 ഏറെ ആയാൽ 80 എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ നമ്മളൊരു തലം കാണുന്നുണ്ട്. കായിൻ്റെയും ഹാബേലിൻ്റെയും ആ ഒരു സംഭവത്തിൽ നാച്ചുറൽ ഡെത്ത് അല്ല, ഒരു കൊലപാതകമാണ്. എന്നാൽ പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പിതാക്കന്മാരുടെ പിന്നെ ജലപ്രളയം ഉണ്ടായി. എവിടെയാണ്? നോഹയുടെ കാലഘട്ടത്തിലാണ് ജലപ്രളയം ഉണ്ടായത്, 40 ദിവസം. അപ്പം ബൈബിള് വിശ്വസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം എളുപ്പമായിട്ട് വിശ്വസിക്കാൻ 40 ദിവസം കൊണ്ട് എന്തുണ്ടാകുമെന്ന്, ജലപ്രളയം ഉണ്ടാകുമെന്ന് എന്നോട് ചോദിക്കേണ്ട. റാന്നിക്കാരെ ആരെങ്കിലും വിളിച്ചിട്ട് 40 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആമേൻ പറയും. 40 ദിവസം വേണ്ട, 10 ദിവസം കൊണ്ട് മുങ്ങിപ്പോകുമെന്ന് പറയും. കാരണം റാന്നി മുങ്ങിയത് വെറും 3 ദിവസത്തെ മഴയാണ്. 3 ദിവസത്തെ മഴ കൊണ്ട് എന്തോ ഒരു വരവായിരുന്നു, അതിങ്ങനെ വരികയല്ലേ. അപ്പോൾ ഒരു കാര്യം പിടികിട്ടി, വെള്ളപ്പൊക്കം സത്യമാണേ, നോഹയുടെ കാലം സത്യമാണെന്ന്. കണ്ടില്ലേ? ഒറ്റ വരവ. എന്തൊരു വരവാണെന്നറിയാമോ? ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ടൗണിലുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കടകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി. എൻ്റെ അമ്മയുടെ വീട് രാജാണ്ടൊക്കെ ചോദിച്ചാൽ അത് എൻ്റെ അമ്മയുടെ വീട് 6-ൻ്റെ തീരത്താണ് ഞങ്ങളുടെ വീട്. വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് ഒരു രസമായിരുന്നു. വെള്ളം വരുമ്പോഴത്തേനും ഞങ്ങൾ ഈ സാധനം എല്ലാം എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകും, തട്ടുംപുറത്ത് കയറ്റി വെക്കും, പിന്നെ മേപ്പോട്ട് കയറ്റി വെക്കും. പിന്നെ ഒരു രസം, ഒരു ആഘോഷമാണ്. നാച്ചുറൽ ക്ലീനിങ് ആണ് വെള്ളപ്പൊക്കം. കാരണം സകലമാന അയ്യത്ത് കിടക്കുന്ന ദുഷ്ട അഴുക്കിനുകളെ എല്ലാം എടുത്തുകൊണ്ട് 6 അങ്ങ് സാംശീകരിച്ചുകൊണ്ട് പോകും. ഈ പ്രാവശ്യം
ആറിലേക്ക് നമ്മൾ തള്ളിക്കളഞ്ഞ മുഴുവൻ പ്ലാസ്റ്റിക്കും ആറ് കൊണ്ട് നമ്മുടെ മുറ്റത്തിട്ടിട്ട് ടാറ്റ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. മുഴുവൻ പ്ലാസ്റ്റിക്കും കൊണ്ടിട്ടിട്ട് ഏറ്റവും ഇതാണ് ക്ലീനിങ്ങിന്. മറ്റേ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് അടിച്ച് തൂത്താൽ മതിയായിരുന്നു, ഈ സംഭവം അങ്ങ് പോകാമായിരുന്നു. ഈ പ്രാവശ്യം മാത്രം പോയില്ല. കാരണം നീ എന്നിലേക്ക് ഇട്ടതെല്ലാം ഇതാ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് മാത്രം കൊണ്ടിട്ടിട്ട് അവൾ വെതുക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ ഒറ്റ 3 ദിവസം കൊണ്ട് വെള്ളം ഇങ്ങനെ കയറി വരുമ്പം എൻ്റെ ഒരു സുഹൃത്തൊരു പാസ്റ്ററുണ്ട്. പാസ്റ്ററെ ഞാൻ വിളിച്ച് വെളുപ്പിന്, അച്ഛാ അവിടെ പുറകിൽ തോടുണ്ട്, ഒരിക്കലും അവിടെ വെള്ളം കയറാൻ സാധ്യമില്ല, അച്ഛാ വെള്ളം കയറാൻ വഴിയുണ്ട്. പുള്ളി പറഞ്ഞ് ഉറക്കുന്നില്ല, എന്നാലും അത് നോക്കിയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോൾ താണ്ട് പോർച്ചിലോട്ട് വെള്ളം കയറുക. ഒരു തരത്തിൽ കാറ് മാറ്റിയിട്ടു. അപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആൻറ്റി ഒരു കല്ല് ഏതാണ്ട് എടുത്തിട്ട് ഒരു വരച്ചു. ഇവിടം വരേക്ക് അപ്പുറത്തേക്ക് നീ കടന്നു പോകരുത് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേളിലോട്ട് വന്നു. അപ്പോൾ സാധനം എല്ലാം പറക്കി വെച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ കടക്കരുത് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ മേളിൽ കയറുന്നു. സാധനം എല്ലാം കൂടെ പറച്ച് മേളിൽ ഈ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടിട്ടു. അവിടെ കയറി വന്നിട്ട് അതിൻ്റെ അലമാരുടെ മണ്ടയിൽ കയറി വെച്ചു. അപ്പം പിന്നെയും കയറി വരും. അവിടെ ഒരു വരച്ചു. ഞാൻ നിന്നോട് പറയുകയാണ് ഇതിനപ്പുറത്തേക്ക് വന്നേക്കണം. കുറേ കഴിഞ്ഞപ്പോൾ ഇതും കടഞ്ഞു പോയപ്പോൾ മനസ്സിലായി തന്നെ കൊണ്ട് പോകുന്നു. അപ്പം പറഞ്ഞു കുറേ വരച്ചു, ഇനി നടക്കുന്നില്ല, എന്നാൽ പിന്നെ തോന്നിയ പോലെ കാണിക്കുന്നു പറഞ്ഞിട്ട് എടുത്തൊരു ചാടവും നീന്തി കയറിപ്പോയി. അപ്പോൾ ഒരു ലക്കാനും ഇല്ലാതെ ഈ സാധനം കയറി വരിക. മനസ്സിലായല്ലോ എവിടാണ്? 6-ാമത് അധ്യായത്തിൽ വെള്ളപ്പൊക്കം വരും. എന്നാൽ പിന്നെ അത് നാച്ചുറൽ അല്ലാത്ത ഒരു ദൈവകോപമാണ്. എന്നാൽ 12-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്ന പിതാക്കന്മാരുടെ ഒരു ചരിത്രമാണ്. ഈ പിതാക്കന്മാരുടെ ചരിത്രത്തെല്ലാം ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അബ്രഹാം മരിക്കുന്നു, പിള്ളേർ അടക്കുന്നു, ഇസാക്ക് മരിക്കുന്നു, അവർ അടക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മരണമാണ് യാക്കോബിൻ്റെ മരണം. യാക്കോബ് എല്ലാവരും കൂടെ അടുക്ക വിളിച്ചു, കുറേ ദൂതൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കയറി കിടന്ന് ചമഞ്ഞ് ഒരൊറ്റ പോക്ക്. എന്തൊരു പോക്കാ! അപ്പോൾ യോസഫ് എല്ലാം കൊണ്ട് അടക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ മഹാപ്രലാപം എന്ന് പറയുന്നു. യോസഫ് മരിക്കുമ്പോൾ എല്ലാം കണ്ടിട്ട് പിള്ളേർ പറയുന്നു ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എന്തുകൂടെ കൊണ്ടുപോകണം? അസ്ഥി കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. പിന്നെ മോശയുടെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? അടക്കിയെന്ന് കാണുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ചാൽ അതിനകത്തൊക്കെ ഒരു ദൈവത്തിൻ്റെ നീതിയുണ്ട്. കാരണം മോശ എവിടം വിട്ട് പോകുന്നതാണ്? ഫറവോൻ്റെ കൊട്ടാരം വിട്ട് പോകുന്നതാണ് അല്ലേ? ഫറവോൻ്റെ കൊട്ടാരം വിട്ട് പോകുന്നതാണ്. മോശ അവിടെ നിന്നായിരുന്നെങ്കിൽ ചത്തിട്ട് മമ്മിയായിട്ട് അവിടെ സൂക്ഷിച്ചേനെ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ തന്നെ ഇറങ്ങി വന്ന് എന്ത് ചെയ്തത്? അടയ്ക്കുന്നത്. അത്രയും ഓണർ ദൈവം കൊടുക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു അപ്പം മരിക്കുന്നു, മക്കൾ അടയ്ക്കുന്നു, അങ്ങനെ ഒരു താളത്തിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ദുരന്തമുണ്ട്. താളം തെറ്റിയ ഒരു മരണമാണ്. അപ്പം മരിക്കുന്നു, അമ്മ മരിക്കുന്നു, മക്കൾ അടക്കുന്നു. ഒരു പരിധി വരെ അതിനെ നമുക്ക് ബെയർ ചെയ്യാം, കാരണം പ്രായമാകുമ്പോൾ അവർ പോയല്ലേ ഒക്കത്തുള്ളൂ. എന്നാലും താളം തെറ്റിയ ഒരു മരണം, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന ഒരു ലോകത്തേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയുടെ പോലും താളം തെറ്റാൻ കാരണമുണ്ട്. പാപമെന്ന ആ ഭയങ്കര വിഷം കൂടുമ്പോൾ അത് പ്രിയരെ കോപ്പറേറ്റീവ് സിന്നായിട്ട് മാറുകയാണ്. ദുരന്തങ്ങളിലേക്ക് മാറുമ്പോൾ താളം തെറ്റിയ മരണങ്ങൾ കുടുംബങ്ങളെ താളം തെറ്റിക്കുമ്പോൾ ഒരു കാര്യം അറിയണമേ, താളം തെറ്റിയ മരണത്തിൻ്റെയും താളം തെറ്റിയ എല്ലാ ക്രമക്കേടുകളുടെയും താളം ശരിയാകാൻ ഒരു ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ ഇതാണ്: മനുഷ്യൻ പാപിയാണ്, അവൻ ദൈവത്തോട് നിരന്നാലേ അവൻ്റെ ജീവിതത്തിൻ്റെ താളം ശരിയാകത്തുള്ളൂ. മനസ്സിലാകുന്നവരെല്ലാം ദൈവത്തോട് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണേ. ഞാനിത് എവിടെങ്കിലുമൊക്കെ അപവാദങ്ങളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. പക്ഷേ എനിക്ക് കർത്താവ് തന്ന വലിയൊരു അറിവുണ്ട്. ഞാൻ എന്നും എൻ്റെ ചർച്ചയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കും, കർത്താവേ, അപ്പന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് അടക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടാകല്ലെന്ന് പ്രാർത്ഥിക്കും. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രിയരെ അതിനോട് ഞാൻ വാദിക്കാൻ ആളില്ല. പക്ഷേ എന്നോട് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ചില സമയത്തൊരു നിയോഗം തന്നതുകൊണ്ട് ഇന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ പിന്നിൽ ഒത്തിരി സംഭവങ്ങൾ മാറിപ്പോകുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒറ്റക്കാര്യം ഞാൻ പറയുക, താളം തെറ്റിയ മരണങ്ങൾ, ശാരീരിക മരണത്തിന് പോലും എന്ത് സംഭവിച്ചും താളം തെറ്റി, യാഥാർത്ഥ്യമല്ലേ? താളം തെറ്റിയ മരണങ്ങൾ, അങ്ങനെ ശാരീരിക മരണം ഉണ്ടാകുന്നു, 2 ആത്മമരണം ഉണ്ടാകുന്നു, ആത്മാവിൽ മരിച്ചവരായി മാറുന്നു. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട മരണമാണ് നിത്യമായ മരണം, പാപം നേടിക്കൊടുത്ത മരണം, നിത്യമായ മരണം. എന്താണ്? അന്ത്യവിധിയുടെ മരണമാണ്. മറക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക്ക് പ്രിയപ്പെടുന്നവർ, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയെ തള്ളിയിടും. ഇത് 2-ാമത്തെ മരണം. അതെന്ത് മരണമാണ്?
ഇവിടെ നമ്മൾ മരിച്ചാലും നമുക്കൊരു ഉയർപ്പുണ്ട്. ഉയർക്കപ്പെട്ടിട്ട് കർത്താവിൻ്റെ വരവെങ്കിൽ വിടപ്പെട്ട സകലരെയും പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിർത്തും. ഈ നിർത്തി കഴിഞ്ഞിട്ട് അവിടെ മനുഷ്യൻ്റെ മുഴുവൻ രഹസ്യങ്ങളും എന്ത് ചെയ്ത് വരും? വെളിപ്പെട്ട് വരും. അന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ ചമ്മലുണ്ടാകും. എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിൻ്റെ രഹസ്യം വെളിപ്പെട്ട് വരും. പിള്ളേരെ നിപ്പുണ്ട്, ഭാര്യയെ നിപ്പുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ രഹസ്യം വെളിപ്പെട്ട് വരും. മക്കളുടെ മുമ്പിൽ വെച്ച് അപ്പൻ്റെ അമ്മയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. വല്ലാതെ ചമ്മുന്ന ഒരു ദിവസം, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടച്ചമ്മലുണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിൻ്റെ അന്ത്യവിധി എല്ലാം വെളിപ്പെട്ട് വരും. ആരെ സാക്ഷ്യം പറയുന്നത്? ആകാശവും ഭൂമിയും തൂണും ഉത്തരവും എല്ലാം നിലവിളിക്കും, എല്ലാം സാക്ഷ്യം പറയും. ഒരു സ്ക്രീൻ എന്ന പോലെ അവിടെ വാദമില്ല, കാണാനേ ഒക്കത്തുള്ളൂ. വാദവും ഇല്ല, ഒറ്റ വിധിയേ ഉള്ളൂ. കണ്ടു നിഷേധിക്കാനൊക്കെ ഒക്കത്തില്ല. തെളിവ് യാഥാർത്ഥ്യമായിട്ട് വരുന്നു. അപ്പോൾ ഒരു വലിയ കരച്ചിലുണ്ടാവും. എന്താണെന്നറിയാമോ? അവിടെ ദൈവത്തിൻ്റെ സഭ അവിടെ കാണും. ഈ ദൈവത്തിൻ്റെ സഭയോടൊപ്പം രക്ഷിക്കപ്പെട്ടവരവിടെ കാണും. അവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഇന്ന് ഭർത്താവിന് വേണ്ടി ഭാര്യ ഒത്തിരി പുറകെ നടക്കുന്നു. അപ്പം ഭർത്താവ് പറയുന്നു, നീ പോയിരുന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി കൂടെ നീ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഒത്തിരി ഭർത്താക്കന്മാരുണ്ടോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്റേ ഞാനിങ്ങനൊന്നും വന്നില്ലായിരുന്നു, ഞാൻ ജാഗാതെ നടക്കുന്നത് അവിടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. പക്ഷേ രക്ഷ വ്യക്തിപരമല്ലേ, ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും അവിടെ ചെല്ലണ്ടേ? അവിടെ ചെല്ലണമെങ്കിൽ അവൻ അറിയണ്ടേ? അപ്പം നോക്കുക, രക്ഷിക്കപ്പെട്ട ഭാര്യ കർത്താവിൻ്റെ കൂടെ കാണും. അവൻ്റെ ഉയർപ്പിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട ഭാര്യ അവിടെ കാണും. രക്ഷിക്കപ്പെട്ട ഭർത്താവ് ഇവിടെ കാണും. ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഭാര്യ അവിടെ കാണും. അപ്പനും അമ്മയും മക്കളുടെ പുറകെ നടക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത മക്കൾ അവിടെ നിൽക്കും. എവിടെ? ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന ആരായിരിക്കും? തൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട തൻ്റെ മണവാട്ടിയായ സഭ അവരവിടെ കാണും. രക്ഷിക്കപ്പെട്ട പെങ്ങൾ ഇവിടെ കാണും. രക്ഷിക്കപ്പെടാത്ത ആങ്ങളെ അവിടെ കാണും. രക്ഷിക്കപ്പെട്ട ആങ്ങളെ ഇവിടെ കാണും. രക്ഷിക്കപ്പെടാത്ത പെങ്ങൾ ഇവിടെ കാണും. നമ്മുടെ 1-ാം ക്ലാസ് മുതൽ കൂടെ പഠിച്ചവർ അവിടെ കാണും. എന്താണ് കാര്യം? ഈ രക്ഷ ഇൻഫർമേഷൻ ലഭിക്കാതെയും ആ ഇൻഫർമേഷനെ അംഗീകരിക്കാതെയും പോയവർ അവിടെ നിൽക്കും. അവിടെ നിൽക്കുമ്പോൾ ഒരു വിധി പറയും. എന്താണ്? അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക്ക് പ്രിയപ്പെടുന്ന ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു കരച്ചിലുണ്ടാകാൻ പോകുന്നത്. മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ എന്ന് പറയും. കൂടിക്കാഴ്ചയിലും പിരിച്ചിലും എപ്പോഴും സങ്കടമാണ്. എന്നാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ട്രെയിൻ കയറ്റി വിട്ടാൽ നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു കരച്ചിലുണ്ട്. എന്നാലും ഒരു സന്തോഷം 1 വർഷം കഴിയുമ്പം കാണാം. ഫ്ലൈറ്റ് കയറി പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഒന്ന് ചുമ്മനം കൊടുക്കുമ്പോൾ ഒന്ന് കരഞ്ഞാലും നമുക്കൊരു സന്തോഷം. വീണ്ടും കാണാം, 1 വർഷം അല്ലെ 6 മാസം, എന്നാൽ വീണ്ടും കാണാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരിക്കലും കാണാൻ പോകാത്ത ഒരു പിരിച്ചിലുണ്ടാകും. അതാണ് അന്ത്യവിധിയുടെ മുമ്പിലുണ്ടാകാൻ പോകുന്ന പിരിച്ചിൽ. ആ സമയത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കരച്ചിൽ ഉയരുന്നത്. ആ കൂട്ടക്കരച്ചിൽ ഉയരുമ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്യും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. എന്നാൽ അവിടെ എന്തുണ്ടാകും? കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടുത്തെ പല്ലുകടിയും കരച്ചിലും ഒരിക്കലും മാറത്തില്ല. ഈ പിരിച്ചിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്നറിയേണ്ട ഒരു DIT ഉണ്ട്, ഡിവൈൻ ഇൻഫർമേഷൻ. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടിസ്ഥാനപരമായി സുവിശേഷത്തിൻ്റെ കാതലിതാണ്. സുവിശേഷം പ്രസംഗിക്കാതെ ഒരിക്കലും ഒരു കൺവെൻഷൻ പിരിയാൻ പാടില്ല. എന്താണ് അടിസ്ഥാനപരമായ സുവിശേഷം? മനുഷ്യൻ പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ ശമ്പളം പേടിക്കൊണ്ട് കിടന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചു. ദൈവം മനുഷ്യനായി. എന്തിനു വേണ്ടി? മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി. മനുഷ്യൻ മൂലം പ്രശ്നമുണ്ടായതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായിട്ട് അവതരിപ്പിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവ് 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. 33 വയസ്സിൽ പ്രിയരെ 6 കോടതികൾ തന്നെ വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കാണാഞ്ഞിട്ടും പിലാത്തോസ് പറയുന്നു, ഈ മനുഷ്യന് ഞാനൊരു തെറ്റും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടും അവൻ പറയുന്നു, ഇവനെ ഞാൻ അടുപ്പിച്ച് വിട്ടയക്കാം. അങ്ങനെ പിലാത്തോസിൻ്റെ കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തപ്പെട്ട് റോമൻ ചാട്ടകൾ കൊണ്ട് അവിടുന്ന് അടിക്കപ്പെട്ടു. അവിടുന്ന് അടിച്ചതിൻ്റെ ഉദ്ദേശം പിലാത്തോസിന് ചിന്ത തോന്നി, അടികൊണ്ട് യഹൂദന്മാർ തൃപ്തിപ്പെടുമെന്ന്. പക്ഷേ അവർ തൃപ്തിപ്പെട്ടില്ല. അവർ ആക്രോശിച്ചു, ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിച്ചില്ലെങ്കിൽ നീ കൈസറിൻ്റെ സ്നേഹിതനല്ലെന്ന് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പിലാത്തോസ് അവനെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഗബ്ബതായിൽ നിന്ന് ഗോൽഗോത്തായിലേക്ക് കൊണ്ടുപോവുകയാണ്. പിലാത്തോസിൻ്റെ കരുത്തളത്തിൽ നിന്ന് ഗോൽഗോത്തായിലേക്ക് കൊണ്ടുപോകുന്നു. ചരിത്രകാരന്മാർ ഇങ്ങനെ പറയാറുണ്ട്,
യേശുവിൻ്റെ കുരിശെടുത്തുകൊണ്ട് യേശു പോകുമ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട്, അതിനകത്ത് ആ ചരിത്രത്തിൽ ജോസഫസൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ആ കുരിശിൻ്റെ ഒരു നെടിയ ഭാഗമുണ്ട്, ആ നെടിയ ഭാഗം ആ സമയം ചിലപ്പോൾ ആ ക്രൂശിക്കപ്പെടാൻ കൊണ്ടുവന്ന വ്യക്തിയുടെ തോളിലേക്ക് വെച്ചിട്ട് കൈകളിങ്ങനെ കൂട്ടി അവത്തിൽ വെച്ച് കെട്ടും. ഭയങ്കര ഭാരമുള്ള കുരിശ്. ഈ കുരിശ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നാൽ വീഴും. പക്ഷേ അത് വീണാൽ അറിയാം, അങ്ങനെ എടുത്തുകൊണ്ട് പോയി ഒന്ന് വീഴാൻ ശ്രമിച്ചാൽ അറിയാം, ഒരിക്കലും പുറമോട്ടായിരിക്കത്തില്ല പോകുന്നത്, മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ച് വീഴും. അവർ അവൻ്റെ ആ രോമങ്ങൾ പിഴുതെടുത്തു. ചരിത്രകാരന്മാർ പറയുന്നത് രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ മേൽചുണ്ട് വരെ പറഞ്ഞു പോന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം യെശയ്യാവ് 600 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത്, അവനെ കണ്ടാൽ ആളറിയാത്ത പോലെ അവന് വിരൂപനായി മാറി. എന്തിനാണ് അവൻ്റെ മുഖം വിരൂപനായത്? അവൻ ഭയങ്കര സൗന്ദര്യമുള്ളവനായിരുന്നു. പക്ഷേ അവൻ്റെ മുഖം വിരൂപനായി വീണും എഴുന്നേറ്റും അവിടുന്ന് കുരിശ് വരെ ചെന്നു. അവിടുന്ന് ഗൊൽഗോത്തായി ചെന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് നിലവിളിക്കുന്നുണ്ട്, പ്രിയരെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഗതസമനയും കാൽവറിയും ധ്യാനിക്കുമ്പോൾ എൻ്റെ ചങ്ക് ഉരുകാറുണ്ട്. അത് ആത്മാർത്ഥമായ കാര്യം. എൻ്റെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ വന്നു എന്ന് വെക്കുക, അവനൊരു 2 ലക്ഷം രൂപ വേണം, എൻ്റെ കയ്യിൽ ഒരു 20 ലക്ഷം രൂപയുടെ FD കിടപ്പുണ്ടെന്ന് എൻ്റെ കൊച്ചനെ അറിയാമെന്ന് വെക്കുക. അവനെന്നെ വിളിച്ച് വളരെ കൂളായിട്ട് പറഞ്ഞു, അപ്പേ നാളെ ഓപ്പറേഷൻ വേണം, 2 ലക്ഷം രൂപ വേണം, അപ്പോൾ അത് അറേഞ്ച് ചെയ്യണം. ഉടനെ എടുത്തവായി, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒന്നും നിശബ്ദനായി, ഒരു മറുപടി പറയാതെ 20 ലക്ഷം രൂപ FD കിടക്കുന്ന അപ്പൻ നിശബ്ദനായി ഫോൺ കട്ട് ചെയ്താൽ മോൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? അതുതന്നെയാണ് ഈ ഏകജാതൻ്റെ മകനിലും ഉണ്ടായത്. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ മുടിവിക്കാൻ കഴിയുന്ന പിതാവ് നിശബ്ദനായി മകൻ്റെ നിലവിളിക്ക് മുമ്പിൽ. എന്തിനാണെന്നറിയാമോ അവിടുന്ന് നിശബ്ദനായത്? ഇവിടെ ഇരിക്കുന്ന എന്നെയും നിന്നെയും അവൻ്റെ മനോമുകുരത്തിൽ കണ്ടതുകൊണ്ട് അവൻ അവിടെ ഒരു ക്രൂര നിശബ്ദത പിതാവ് പാലിച്ചു. പിതാവ് ഒരു ക്രൂരമായ നിശബ്ദത അവിടെ മൗനം പാലിച്ചു. എന്തിന്? തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന 2019 ഇവിടെ ഇരിക്കുന്ന മക്കൾ ഉൾപ്പെടെ, ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അവൻ്റെ മനോമുകുരത്തിൽ കണ്ടതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ ആ നിശബ്ദനായി മിണ്ടാതിരുന്നു. ഒരു മരുത്തനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണ്? എൻ്റെ അപ്പൻ അതിന് ശക്തിയില്ലെങ്കിൽ, എൻ്റെ അപ്പൻ്റെ കൈ പൈസ ഇല്ലെങ്കിൽ അപ്പ വിഷമിക്കേണ്ട എന്ന് എനിക്ക് പറയാം. പക്ഷെ അവനപ്പൻ അറിയാ, ധനവും മാനവും പുരാതന സമ്പത്തും ഉള്ളവൻ, സൈന്യസമേതനായ രാജാവ്, രാജാതി രാജാവ്, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, അവൻ ഒറ്റ വാക്കുകൊണ്ട് എന്നെ രക്ഷിക്കാം. പക്ഷെ പിതാവ് മൗനം ആലപിച്ചു. എന്തിന്? എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് ദൈവം മൗനം പാലിച്ചു. എന്തിനാണ്? അവൻ്റെ രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ടത്. എന്തിനാണ് ഭാരമേറിയ കുരിശ് കൊണ്ട് അവൻ മുഖമടിച്ച് വീണ് ഗബ്ബതാ മുതൽ ഗൊൽഗോത്ത വരെ പോയത്? എന്തിനാണ്? ഹല്ലേലൂയ, കാരിലും ആണികൾ കൊണ്ട് അവൻ തറയ്ക്കപ്പെട്ടത്. എന്തിനാണ് പ്രിയരെ? 4 ഇഞ്ചിലേറെ നീളമുള്ള മുൾച്ചെടി കൊണ്ട് അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടിയപ്പോൾ അവൻ നിശബ്ദനായി ഇരുന്നത് ഒറ്റക്കാര്യ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാനുള്ള ആത്മരക്ഷ പ്രാപിക്കേണ്ടതിന് അവൻ ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരണം വരേണ്ടതിന് വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇതാണ് അടിസ്ഥാനപരമായ ഇൻഫർമേഷൻ. എല്ലാവരും അറിയേണ്ട ഇൻഫർമേഷൻ, ലോകം അറിയേണ്ട ഇൻഫർമേഷൻ. മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്. പാപത്തിൻ്റെ പരിഹാരം പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഒക്കത്തില്ല. പ്രവൃത്തികൾ ആവർത്തിക്കപ്പെടേണ്ടി വരും. എത്ര പ്രവൃത്തി ചെയ്താലും പാപത്തിൻ്റെ കറകളെ കഴിയാൻ കഴിയത്തില്ല. കാരണം വീണ്ടും മനുഷ്യൻ പ്രവൃത്തികൾ വീണ്ടും പാപം ചെയ്യും. വീണ്ടും അതിൻ്റെ കർമ്മങ്ങൾ, പരിഹാരങ്ങൾ, പശ്ചാത്താപങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ പ്രായശ്ചിത്ത ബലികൾ ആവർത്തിക്കപ്പെടേണ്ടി വരും. എൻ്റെ രക്ഷ നമ്മുടെ ശ്രമം കൊണ്ട് സാധ്യമാകാതിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി ഒരുവൻ ക്രൂശിൽ രക്ഷിക്കപ്പെട്ടു. ലോകമേ അറിയുക, ഇതാണ് അടിസ്ഥാനപരമായ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഇൻഫർമേഷൻ. ഇതാണ്, മനുഷ്യൻ പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ഞാനും നീയും മരിക്കേണ്ടിടത്ത് ഒരുവൻ മരിച്ചു. അവൻ്റെ പേര് നസറേനായ യേശു. എന്തിനു മരിച്ചു? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. വിശ്വസിച്ചാൽ രക്ഷ കിട്ടുമോ? എന്താ കാര്യം പ്രിയരെ? ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, വിശ്വസിച്ചാലേ രക്ഷ കിട്ടത്തുള്ളൂ പറയുമ്പോൾ അതിന് വേറെന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാലുവഴുതി കിടത്തി വീണെന്ന് വെക്കുക, എനിക്ക് കയറാനൊരു നിർവാഹവുമില്ല. പെട്ടെന്ന് ഓടി വന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ തന്നെ എനിക്ക് വേണ്ടി ഒരു കയറിട്ട് വെന്നു വെക്കുക, കണറ്റോട്ട്. എന്നോട് അപ്പൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കുഞ്ഞെ നീ എങ്ങനെയെങ്കിലും ഈ കയറിലൊന്ന് പിടിച്ചാൽ ഞാൻ നിന്നെ പൊക്കിയെടുക്കാം.
എടുക്കുക, എൻ്റെ ഏക ജോലി പിടിക്കുകയാണ്. ഇതുപോലെ മനുഷ്യൻ പാപത്തിൻ്റെ കയ്യിൽ കിടക്കുകയാണ്. അവൻ ശ്രമിക്കാൻ തുടങ്ങി സ്വയം രക്ഷപ്പെടാൻ, അറിവുകളിലൂടെ രക്ഷപ്പെടാൻ, കർമ്മങ്ങളിലൂടെ രക്ഷപ്പെടാൻ. പക്ഷെ ശ്രമിക്കും തോറും ആഴത്തിലേക്ക് താടുകൊണ്ടിരിക്കുന്നു, ഒക്കുന്നില്ല. അതാണ് വചനം പറയുന്നത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഞാൻ കിടന്നു, ഓരോ ശ്രമങ്ങളും എന്നെ ആഴത്തിലേക്ക് താഴ്ത്തി. അവിടെ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പിതാവാം ദൈവം ഒരു കയറ് ഈ കിണറ്റിലേക്ക് ഇറക്കി, ഈ ഭൂമിയിലേക്ക് ഇറക്കി. ആ കയർ എന്താണ്? തൻ്റെ ഏകജനായ പുത്രൻ എന്ന കയറ്. കിണറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒറ്റ ജോലിയേ ഉള്ളൂ, ആ കയറിലൊന്ന് പിടിച്ചാൽ അപ്പം പൊക്കിയെടുക്കും. ഇതുപോലെ മനുഷ്യകുലത്തിന് വേണ്ടി സ്വർഗമിറക്കിയ ഒരു രക്ഷയുടെ കയറുണ്ട്. ആ കയറാണ് നസ്രയനായ യേശു. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരക്ഷയ്ക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കിയ ആ നാമം അടിച്ച് തകർക്കപ്പെട്ടവനായി, മുഖം പ്രിയരെ രോമങ്ങൾ പിഴുതെടുത്തപ്പെട്ടവനായി, മേച്ചണ്ടുകൾ പറിച്ചപ്പെട്ടവനായി, മുഖം അടിച്ച് വീഴപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം ചൂടിയവനായി, രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാലിനും ബാണികളാൽ ക്രൂശിക്കപ്പെട്ടവനായി നസ്രയനൻ കിടക്കുന്നു. എന്തിന് വേണ്ടി? എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി, എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, അവിടെ കിടക്കുന്ന ഒരു കിണറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് കയറെ പിടിച്ചാൽ മതിയെങ്കിൽ ഇതുപോലെ ലോകം രക്ഷിക്കാൻ വേണ്ടി തമ്പുരാൻ ഇറക്കിയ ഒരു രക്ഷാമാർഗമാണ്, ഒരു കയറാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയട്ടെ, നസ്രയനായ യേശു. ആ രക്ഷയെ ഒന്ന് തൊട്ടാൽ, അതാണ് വചനം പറയുന്നു, യേശു വിശ്വസിക്കുക. എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, സർവർക്കും പറയാനുള്ളത് ഇതാണ്, നീ പാപിയാണ്. അത് എല്ലാ മതങ്ങളും പറയുന്നു. പക്ഷെ നീ ചെയ്തതിന് നീ പരിഹാരം ചെയ്യണം, നീ ഇന്നത് ചെയ്യണം. ഇന്നതിന് ഇന്നതെന്ന് മാത്രമേ ഇവിടുത്തെ വിധികൾക്കുള്ളൂ. നീ ഇന്നതിന് ഇന്നത് ചെയ്യണം, നീ ഇന്നതിന് ഇന്നത് ചെയ്യണം. പക്ഷെ എൻ്റെ യേശു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ ചെയ്തതിന് വേണ്ടി ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. ഞാൻ ചെയ്തു തീർത്ത രക്ഷണയെ നീ വിശ്വസിച്ചൊന്ന് തൊട്ടാൽ, അങ്ങനെ പറയുന്ന ഒരേ ഒരു വ്യക്തി, അതാണ് നസ്രയനായ യേശു. അതാണ് പ്രിയരെ യേശുവിൻ്റെ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തീർത്തു. ഐ ഹാവ് ഡൺ എവറിത്തിങ് ഫോർ യു ഓൺ ദ ക്രോസ്. വൈ ഡോണ്ട് യു ബിലീവ് ഇറ്റ്? നീ ഒന്ന് വിശ്വസിച്ചാൽ ഈ രക്ഷയെ കാണോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? അതിന് ഒരേ ഒരു വഴി, നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് കൈപ്പണിയായ മന്ദിരങ്ങളിലല്ല. ദൈവം വസിക്കുന്ന എവിടാണ്? മനുഷ്യനെ തൻ്റെ കൈകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ കൈപ്പണിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ഇന്ന് വ്യക്തിപരമായി കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ വ്യക്തിപരമാണ്. 100% രക്ഷ വ്യക്തിപരമാണ്. പക്ഷേ ഞാൻ ആ രക്ഷ വ്യക്തിപരമായി ഇരിക്കുമ്പോൾ തന്നെ അതൊരു കോപ്പറേറ്റീവ് കൂടെ ആണെന്ന് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ വിശ്വാസ അനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരു തകർന്ന വീട്, ആകപ്പാടെ വലഞ്ഞ വീട്, ആകപ്പാടെ ഭൂതം പിടിച്ച വീട്, ആകപ്പാടെ ശാപം കയറിയ വീട്. പക്ഷെ ഞാൻ കണ്ടു, ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ പുസ്തകവുമായി, ഈ യേശുവുമായി ആ വീട്ടിൽ നിൽക്കാൻ തയ്യാറായ, അവനെ മാത്രമല്ല ആ വീടിനെ കൂടെ വിടുവിക്കുന്ന ഒരു കർത്താവിൻ്റെ ഒരു വിശ്വസ്തതയുണ്ട്. രക്ഷ കോപ്പറേറ്റീവ് വ്യക്തിപരമാണ്. ഐ ഡു എഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു വ്യക്തി, ഒരു കൊച്ചു കുഞ്ഞ്, വചനം പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് ഈ യേശുവുമായി നിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായ, നീ മാത്രമല്ല കർത്താവ് അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ആ കുടുംബം ഒക്കെ സന്തോഷിച്ചെങ്കിൽ ഇന്ന് രാത്രി കുടുംബങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു. ഒറ്റ വ്യക്തി ഒരു വീട്ടിൽ നിൽക്കാൻ തയ്യാറായാൽ മതി. നോക്കൂ, വചനം പറയുന്നു, ഇതാണ് ആത്മരക്ഷ. തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവിടെ നമുക്ക് എത്ര വലിയൊരു സന്തോഷം. അവൻ നമ്മുടെ പിതാവായി മാറുകയാണ്, അവിടുത്തെ മക്കളായിട്ട് നാം മാറുകയാണ്. ഈ ഒരു അനുഭവത്തെയാണ് നമ്മൾ ആത്മജനനമെന്ന് പറയുന്നത്. അതാണ് 3-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, യേശു അവനോട് 3:3, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ആത്മാവിനാൽ ജനിച്ചവനല്ല ഇതുപോലെ ആകുന്നു. അപ്പോൾ എല്ലാവരും ആവശ്യം അറിയേണ്ട ഒരു കാര്യം, നാം ആത്മാവിനാൽ ജനിക്കണം. കാരണം നമ്മളെല്ലാവരും ജനിച്ചത് 3 കാര്യങ്ങളാണ്: പുരുഷൻ, ജഡം, രക്തം. അതാണ് യോഹന്നാൻ 1 പറയുന്നത്. ജനിക്കുന്നവരെല്ലാം തന്നെ പുരുഷനാലും ജഡത്താലും രക്തത്താലുമാണ് ജനിക്കുന്നത്. അങ്ങനെ അല്ലാതെ ആരും ഇവിടെ ജനിക്കുന്നില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവന് അടിസ്ഥാനപരമായ സുവിശേഷം ഇതാണ്. അവനെ കൈക്കൊള്ളണം. ഉറക്കെ പറഞ്ഞേ,
അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. പക്ഷേ 2 വാക്കുകൾ യോഹന്നാൻ തുടക്കത്തിൽ പറഞ്ഞു, കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും വേണം. ഇച്ചിരൂടെ വിശ്വസിക്കാന്ന് പറയുമ്പോൾ ഇച്ചിരൂടെ എളുപ്പമാണ്, പക്ഷേ ഇച്ചിരൂടെ അപ്പുറമാണ് രക്ഷ. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസം കൈക്കൊള്ളലായിട്ട് മാറണം. എന്താണ് വിശ്വാസവും കൈക്കൊള്ളും തമ്മിലുള്ള വ്യത്യാസം? വിശ്വാസം കേവലം ഒരു അറിവാണ്, ഭൗതികമായൊരു അറിവ്, ഭൗതികമായ ഒരു അറിവാണ്. ഇന്ന് ലോകത്തുള്ള 1000 പേർക്ക് കർത്താവിനെ അറിയാം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അടുത്തിടയ്ക്ക് ട്രെയിനിൽ ഈ കേരളത്തിൻ്റെ വടക്കുന്നൊരു സ്റ്റേഷനിൽ നിന്ന് കയറുകയാണ്. ഇതൊക്കെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സുവിശേഷകനായ സഹോദരൻ, ഒരു കോട്ടൺ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് കയറിക്കൊണ്ട് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബുദ്ധനായ അഴിമതിയുടെ കഥ പറളാത്തെന്ന് വിശേഷിക്കപ്പെടുന്ന ബഹുമാനായ ചെറുപ്പക്കാട് ആവേശമായ ഒരു മനുഷ്യൻ ആ ട്രെയിനിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം കയറി ചെന്നപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു, ചിരിച്ചു, കൈ കൊടുത്തു, വർത്താനം പറഞ്ഞു. താങ്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ധൈര്യപൂർവ്വം തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. ഞാനൊരു സുവിശേഷകനാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്നാരാണെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കൈ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ബാക്കി ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കണം സഹോദര, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ വാക്യം തെറ്റുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 111 വാക്യങ്ങൾ എൻ്റെ ഓർമ്മയാണ്, എൻ്റെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സുവിശേഷകൻ അറിഞ്ഞത് മത്തായി 5, 6, 7 111 വാക്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവോ? കള്ളം പറയല്ലേ, അറിയാവോ? എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം? പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം, ഇവർക്കെല്ലാം അറിവുണ്ട്. ഈ അടുത്തിടയ്ക്ക് തെക്കൊരു യോഗം നടക്കുകയാണ്. തെക്കൊരു യോഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലൊരു ഉദ്ഘാടനം. ബഹുമാനായ ഒരു മനുഷ്യൻ, വളരെ ആദരവോടെ ഞാൻ പറയട്ടെ, എല്ലാ ആദരവോടാണ് പറയുന്നത്. അദ്ദേഹം വന്നിട്ട് ഞാനാണ് യോഗം പ്രിസൈഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആശംസയ്ക്ക് സമയം കൊടുത്തു. കാരണം ആ ഒരു കാര്യത്തിൽ, ആ ഒരു ഹോളിൻ്റെ ആ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെയധികം സഹായിച്ച ഏറ്റവും സ്നേഹനിധിയായൊരു മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഞാനങ്ങ് ആവേശഭരിതനായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളരെ ശ്രദ്ധയോടെ കേട്ടു. അത്ര ഇങ്ങനെ ഒഴുകുകയാണ്, ആ വാഗ്ദാനം ഇങ്ങനെ ഒഴുകുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, കർത്താവായ യേശുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ലാറ്റിൻ അമേരിക്കൻ ചരിത്രങ്ങൾ, കുറേ ചരിത്രങ്ങളെല്ലാം എടുത്തിട്ട് ബൈബിളും വിപ്ലവ പ്രസ്ഥാനങ്ങളുമായിട്ട് എങ്ങനെ യോജിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളി അവസാനം പറഞ്ഞ് അതെല്ലാവരും ഇങ്ങനെ ആ വാഗ്ദാനത്തിന് മുമ്പിൽ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ അവസാനം പുള്ളി കൊണ്ടുവച്ചു. അങ്ങനെ ഒരു കയ്യിൽ ചെങ്കടിയും മറുകൈയിൽ ബൈബിളും എന്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോരാടാൻ തയ്യാറെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമർപ്പിക്കാൻ എഴുതേക്കുന്ന പോലെ എഴുതേക്കുക. മനസ്സിലായി? കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്കെല്ലാം ഞാൻ അവരെ ബഹുമാനത്തോടെ കാണുകയാണ്. എന്തൊരു അറിവ്! അദ്ദേഹം പറഞ്ഞ അറിവുകൾ അദ്ദേഹം ഗ്രീക്ക് വരെ എടുത്താണ് പറയുക. കാരണം നമുക്കറിയാത്ത ഹീബ്രു അറിയാം, നമുക്കറിയാത്ത റൂട്ട് അറിയാം, ചരിത്രം അറിയാം, പശ്ചാത്തലങ്ങൾ അറിയാം. പക്ഷേ അറിവ് തലകൊണ്ടാ, കൈക്കൊള്ളുന്നത് ഹൃദയം കൊണ്ടാ. ഇന്ന് രാത്രി യേശുവിനെ നിനക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിവ് ഭൗതികമാണെങ്കിൽ ഉള്ളുകൊണ്ട് തൊട്ടാൽ ഈ യേശു നിൻ്റെ ഹൃദയത്തിൽ വരും. അവിടെ നിനക്കൊരു ബുദ്ധിയുടെ ആശയമല്ല, യേശു കൂടെ നടക്കുന്ന യേശു, കൂടിയിരിക്കുന്ന യേശു, ആ യേശുവിനെ അനുഭവിക്കാൻ കഴിയും. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ചായൻ പറഞ്ഞറിഞ്ഞു യേശു മരിച്ചെന്ന്, അമ്മ പറഞ്ഞറിഞ്ഞു യേശു മരിച്ചെന്ന്, സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു യേശു മരിച്ചെന്ന്, മരിച്ചത് കൊണ്ട് നിനക്ക് ജീവനുണ്ടെന്ന്. ഇന്ന് രാത്രി ബുദ്ധിക്കപ്പുറമുള്ള ഒരു അറിവ് ഹൃദയത്തിലേക്ക് യേശു അക്ഷരികമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന വ്യക്തിത്വമാണ് യേശു. പക്ഷെ ഒറ്റ കാര്യം, ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് യേശു വരണം, ഹൃദയം അങ്ങോട്ട് തുറന്നു കൊടുക്കണം. എത്ര പേരുന്ന് രാത്രി, എൻ്റെ കർത്താവേ, എനിക്ക് ബുദ്ധിയുടെ അറിവ് പോരാ, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അങ്ങയൊന്ന് അനുഭവിക്കണമെന്ന് ഞാനും നീയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ കർത്താവ് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമാണ്. പ്രിയരെ, കേരളത്തിൻ്റെ ചരിത്രം അതാണ്, ഇന്ത്യയുടെ ചരിത്രം അതാണ്. ഒത്തിരി പേർക്ക് യേശുവിനെ അറിയാം, 100,000 പേർക്ക് യേശുവിനെ അറിയാം. എവിടെ വെച്ചെല്ലാം ഞാൻ കണ്ടു. വചനം മണിമണി പോലെ അറിയാവുന്നവർ, ബൈബിൾ വായിക്കുന്ന സാഹിത്യകാരന്മാർ, ബഹുമാനമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം വിശ്വാസികളായ ഭൂരിപക്ഷം പേരോട് പറയട്ടെ, അറിവ് ബുദ്ധിയുടേതായി പോകരുത്. ബുദ്ധിക്കപ്പുറം നിന്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കൈകൊണ്ട് തൊടാൻ കഴിയുന്ന, നാവ് കൊണ്ട് രുചിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ യേശു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരാശയത്തെ അല്ല, ജീവിക്കുന്ന ഒരു
ഒരു വ്യക്തി, ഒരു ലിവിങ് പേഴ്സൺ, മൈ ജീസസ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. ഇന്ന് രാത്രി ആ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാണ്? യേശു വന്നാൽ അവൻ തൊടും, യേശു വന്നാൽ അവനെ തൊടാം, അവനെ തൊടാം, അവൻ തൊടും. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? നിന്നെ തൊടാൻ യേശുവുണ്ട്, നിനക്ക് തൊടാൻ യേശുവുണ്ട്. യേശുവിനെ തൊട്ടാൽ നീ സൗഖ്യമാകും. യേശുവിനെ തൊട്ടാൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടയ്ക്കുക. എൻ്റെ യേശു ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അമൂർത്തമായ ഒരു ആശയങ്ങൾ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ ആശയത്തിന്റെ വ്യക്താക്കളല്ല, ഞങ്ങൾ വ്യക്തിയെ അറിഞ്ഞവരാണ്. അതെങ്ങനെ കണ്ടു? ഞങ്ങൾ മഹിമയുടെ സാക്ഷികളാണ്. ഞങ്ങൾ പ്രിയരെ നിർമ്മിത കഥകളെ പ്രസംഗിക്കുന്നവരല്ല, എവിടെ ഒരു ആശയത്തെ പ്രസംഗിക്കുകയല്ല. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ നാവ് കൊണ്ട് രുചിച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൈ കൊണ്ട് തൊട്ടൊരു യാഥാർത്ഥ്യം ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അടുത്തു വരുന്ന ഒരു ദൈവമുണ്ട്. യേശു 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 യേശു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് രാത്രി പറഞ്ഞ യേശുവേ, ബുദ്ധി പോരാ, ബുദ്ധി പോരാ, ബുദ്ധി പോരാ. കൂടെ നിൽക്കുന്ന ഒരു യേശുവുണ്ട്, കൂടെ നടക്കുന്ന ഒരു യേശുവുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. സ്തോത്രം 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 സ്തോത്രം. റഗന റബന ഹതന റിബന ശകന റബല ഹതന റഗന റബന ഹതന റിഗന റബന. യേശു എന്ന യാഥാർത്ഥ്യം, യേശു എന്ന വ്യക്തിത്വം, യേശു എന്ന ജീവിക്കുന്ന, ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ മഹിമയെ ജീവിക്കുന്ന കർത്താവായ യേശു. ബുദ്ധിക്കപ്പുറത്തൊരു അറിവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോടെല്ലാം ഞാൻ പറയുകയാണ്, ബുദ്ധിക്കപ്പുറത്ത് നിങ്ങൾക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയും. പഠനത്തിൽ മോശമായിരുന്ന കുഞ്ഞുങ്ങൾ, മാത്സൊക്കെ ഭയങ്കര പ്രയാസമായിട്ടുള്ള മക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര വിശ്വാസ മക്കളെ, അവരെ ഭയങ്കര പാടുള്ള, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞത് വിശ്വാസിച്ച് ഒരു കസേര ഇട്ടിട്ട് അപ്പുറത്തോട്ടൊരു കസേര ഇട്ടിട്ട് പറഞ്ഞു, യേശു എനിക്കിത് പാടാം, എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല, എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പഠിക്കാൻ പോവാം, ഈ കസേര ഇവിടെ ഇരുന്നോണം എന്തൊക്കെ പറഞ്ഞൊരു കസേരയിലോട്ട് യേശുവിനെ ഇരുത്തി ഒരു കൊച്ചു കുഞ്ഞ് പഠിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ ബുദ്ധി അങ്ങ് മാറുക. എന്താ കാര്യം? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെ തയ്യാറാകുന്ന കൊച്ചിൻ്റെ കൂടെ ഇരിക്കാൻ ഉള്ള ഒരാളുണ്ട്. എൻ്റെ യേശു, എൻ്റെ യേശു ഇരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പയുടെ മരണത്തിൽ അപ്പയുടെ കൂടെ നടന്നൊരു ഒരു ഒരു പഴയകാല സുഹൃത്തുണ്ട്. അദ്ദേഹം മരിച്ചുപോയി അടുത്ത് കിടയ്ക്ക്. ഒരു ദൈവദാസൻ, പാവം പിടിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം എന്നോട് സാക്ഷ്യം പറഞ്ഞു. എനിക്കത് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നി. അവർ രാത്രി വർഷങ്ങൾക്ക് മുമ്പേ രാത്രി പ്രാർത്ഥിക്കാതിരിക്കും. അന്ന് ഈ ഉണർവിൻ്റെയൊക്കെ ഒരു തലം യേശു യാഥാർത്ഥ്യമാണെന്ന് പറയുക, ഭയങ്കര ഉണർവാണ്. ആ ഉണർവെന്ന് പറഞ്ഞാൽ അങ്ങ് രാത്രി ഇന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന അങ്ങ് എപ്പോഴും തീരുന്നു അപ്പോഴും അവിടെ ഇറക്കത്തുള്ളൂ. അങ്ങനെ രാത്രി 1 മണി 2 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു, അതൊക്കെ ഇങ്ങനെ നേരിട്ട് വന്ന് പറയുകയാണ്, ഇന്നട വീട്ടിൽ പോകണം, ഒരു 2 കിലോമീറ്റർ അപ്പുറം ആ വീട്ടിൽ രാത്രി പോകണം, പോയേ ഒക്കത്തുള്ളൂ, പ്രാർത്ഥിക്കണം. പക്ഷെ പോകാൻ എല്ലാവരും അങ്ങ് അറച്ചു, കാരണം ആ ഏരിയയിൽ അങ്ങനെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ ഇവർ രണ്ടും കൂടെ രാത്രി 2 മണിക്ക് നടന്നു പോകുമ്പോൾ ആത്മാവ് പറഞ്ഞെന്നൊക്കെ പോലീസ് വന്ന് ചോദിച്ചാൽ പറയാനൊക്കെ. അപ്പോൾ പിന്നെ രാത്രി 2 മണിക്ക് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പോലീസ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ അവരെന്നോട് പിന്നെ ഇടപെട്ടിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് അതിലും വലിയ രസമുണ്ടായി. എൻ്റെ മോനുണ്ടായിരുന്നു ഈ ഇടയ്ക്കൊരു ദിവസം, ഞങ്ങളിതുപോലെ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു പോവുകയാണ്. രാത്രി ഈ പോലീസുകാരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. പോലീസ് കൈ കാണിച്ചു, ചെക്കിങ്ങിന് കൈ കാണിച്ചാൽ എനിക്കറിയാം എന്തെങ്കിലും കുഴപ്പം, എന്തെങ്കിലും തപ്പിയാൽ കാണുമല്ലോ. പോലീസ് കൈ കാണിച്ചാൽ ക്രിസ്മസിൻ്റെ സമയമായിരുന്നു. ഇവൻ നല്ല ഉറക്ക. അവൻ ചാടി എഴുന്നേറ്റിട്ട് ഗ്ലാസ് കൊടുത്തെന്ന് പറഞ്ഞു, അങ്കിൾ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുള്ളി അവനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ സെയിം ടു യു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ കിട്ടി, ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പം എന്നാലും രാത്രി പോകുമല്ലേ, അപ്പോൾ ഇവർക്കൊരു വല്ലാത്ത പേടി. ഇവരങ്ങനെ വല്ലാത്ത പേടിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു വെല്ലുവിളിയുണ്ട്. റാന്നിക്കാർക്കറിയാം, പ്രശസ്തമായൊരു പള്ളി. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ്. 100 കണക്കിന് ശവക്കല്ലറ ഇങ്ങനെ വെള്ളതേ ചിട്ടിരിക്കും, നല്ല രസമാണ്, വളരെ വൃത്തിയുള്ളൊരു സ്ഥലം. അവിടെ ചെന്നപ്പോൾ പേടിയാണ്, കാരണം ശവക്കോട്ട എല്ലാവർക്കും പേടിയാണ് അല്ലേ, സ്വാഭാവികമായിട്ടും. ശവക്കോട്ടയിലാണ് നമുക്ക് പേടി. ശവക്കോട്ട ശബ്ദം കേട്ടാൽ നമുക്ക് പേടിയല്ലേ? അല്ലയോ? ഈയിടയ്ക്കൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. പിന്നെ ആരാളോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവ് എവിടാന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, ഭർത്താവ് എവിടാന്ന് തീർച്ചയായിട്ടും പറയാൻ ഒക്കുന്ന വിധവയ്ക്ക് മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എവിടാന്ന് പറയത്തില്ല, എവിടെ ആയിരിക്കും? കല്ലറയിലായിരിക്കും. അപ്പോൾ ഈ ശവക്കോട്ട ശബ്ദം കേട്ടാൽ പേടിയല്ലേ? ഞാൻ കൊണ്ട് നടന്നൊരു ചെറുപ്പക്കാരനുണ്ട്. പുള്ളി കഞ്ചാവായിരുന്നു, വെള്ളമായിരുന്നു, എൻ്റെ കൂടെ നടന്നു, പിന്നെ അങ്ങ് തിരിഞ്ഞു പോയി.
അപ്പോൾ നടന്നൊരു സംഭവം, ഈ കല്ലറയിൽ കയറി കിടന്നു. വെളുപ്പിനെ കപ്പ്യാർ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഈ പുള്ളി കല്ലറയിൽ ഇരിപ്പുണ്ട്, ഇരുട്ടത്താണ്. പുള്ളി പതുക്കെ ചോദിച്ചു, കപ്പ്യാർ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഓ ഒന്നുമില്ല ചേട്ടാ, അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. അപ്പോഴേ ഈ കപ്പ്യാർ ഫ്ലാറ്റായി. പിന്നെ അപ്പോൾ ഈ സെമിത്തേരി ശബ്ദം കേട്ടാൽ പേടിക്കത്തില്ലേ? അപ്പോൾ ഇവർ സെമിത്തേരിയുടെ അതുവഴി പോയപ്പം ഒരു വല്ലാതെ ഈ ചങ്ങല വലിക്കുന്ന പോലൊക്കെ ഒരു ശബ്ദം. അപ്പം മനസ്സിലായി മിക്കവാറും പിശാചാരിക്കുമല്ലോ. ഇവരെല്ലാം കൂടെ കരം കോർത്ത് പിടിച്ച് അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞ് എല്ലാത്തിനെയും ശാസിച്ച് അവിടെ പോയപ്പോൾ ഒരു കൊച്ച് പനിച്ച് കിടക്കുക, അതിനെ വിറച്ച് കിടക്കുക, ആശുപത്രി കൊണ്ടുപോകാൻ വണ്ടിയില്ല. പ്രാർത്ഥിച്ച് അപ്പോഴേ ഈ കൊച്ച് സൗഖ്യമായി. തിരിച്ചു വന്നപ്പോഴത്തേന് നേരം വെളുത്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു സാക്ഷിയാണ്, അദ്ദേഹം അടക്കത്തിലെ സാക്ഷ്യം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു ആൻറ്റി യാദൃച്ഛികം അവിടെ കയറി വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാരെ നോക്കി ദൂത് പറയുക, കർത്താവിൻ്റെ ദാസന്മാരെ, ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. ഇന്നലെ രാത്രി ദൈവാത്മാവ് പറഞ്ഞു ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. എൻ്റെ ശബ്ദം അനുസരിച്ച് രാത്രി 2 മണിക്ക് പോയപ്പോൾ പള്ളിയുടെ അവിടെ വെച്ച് നിങ്ങളൊരു ശബ്ദം കേട്ടത് നിങ്ങളെ കാക്കാൻ വേണ്ടി ഞാൻ അയച്ച ദൂതന്മാരുടെ കാൽച്ചിലം പൊച്ചകളാണെന്ന്. ഇവർ തെറ്റിദ്ധരിച്ചു അത് വേറെ എന്നോ ആണെന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ യേശു ഇന്നും ദൂതന്മാരെ അയക്കുന്നവനാണ്. ഈ യേശുവിനോടൊപ്പം നടക്കാൻ തുടങ്ങിയാൽ ജീവിതം ഭയങ്കര രസമാണ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. യേശു ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആശയങ്ങളുടെ വ്യക്താക്കളല്ല. ഹോ റഖ നമന ഹന്തന റിഗല ശകന രഗന അർത്ഥന റിഗന ശകനെ റിഗനെ. കരമടിച്ച് ദൈവത്തെ ശുശ്രൂഷകന്മാരെ, നമ്മളൊരു ആശയം പ്രസംഗിക്കുകയല്ല, നമ്മളൊരു ഫിലോസഫിയുടെ വ്യക്താക്കളല്ല, ഞങ്ങൾ തത്വചിന്തയുടെ ആൾക്കാരല്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജീവിക്കുന്ന യേശുവാണ്. യു ക്യാൻ ഫീൽ ഹിം, യു ക്യാൻ ടച്ച് ഹിം, യു ക്യാൻ എക്സ്പീരിയൻസ്. ഇന്ന് രാത്രി കുറച്ചുകൂടെ കൂടുതലായി എൻ്റെ യേശുവിനെ ബുദ്ധിക്കപ്പുറത്തൊന്ന് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തി ഒരു നിമിഷം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുപ്പച്ചാ എനിക്ക് ബുദ്ധിയുടെ അറിവ് പോരാ, എനിക്ക് നിന്നെ അനുഭവിക്കണം. യു ക്യാൻ ടേസ്റ്റ് ഹിം, അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. സ്വത്രം സ്വത്രം സ്വത്രം. അതാണ് പ്രിയരെ ആത്മജന്മം. ഹൃദയത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ. അപ്പം ഹൃദയം കൈക്കൊള്ളുകയാണ്. കൈക്കൊള്ളുന്നത് ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഇന്ന് രാത്രി അറിയുക, ബുദ്ധിക്കപ്പുറത്തൊരു അറിവിന് വേണ്ടി ദൈവസഭയെ ദൈവം ക്ഷണിക്കുകയാണ്. ബുദ്ധിക്കപ്പുറത്ത് യേശുവിനെ അറിയണം. ബുദ്ധിക്കപ്പുറത്ത് യേശുവിനെ അറിയണം. എഴുതപ്പെട്ട വചനത്തെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമായി അത് നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ യേശുവിനെ ബുദ്ധിക്കപ്പുറം അനുഭവിക്കുന്ന ഒരു പറ്റം സമൂഹം എഴുന്നേൽക്കാൻ ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ, അതും എനിക്കും വേണമെന്ന് ഒരിക്കലൂടെ നമുക്ക് ഈ കൺവെൻഷൻ്റെ, നമ്മുടെ സൺഡേ കൺവെൻഷനല്ലേ, അതിൻ്റെ സമാപന രാത്രി നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ, അവനെ രുചിച്ചറിയുന്നത് വർദ്ധിക്കട്ടെ, അവനോടൊപ്പം നടക്കട്ടെ, അവനോടൊപ്പം ചരിക്കട്ടെ, അവനോടൊപ്പം ചിന്തിക്കട്ടെ, അവനുമായിട്ട് സഞ്ചരിക്കട്ടെ, അവിടുത്തോടൊപ്പം ജീവിക്കട്ടെ. ഇതാണ് ആത്മജനനം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ ആത്മജന്മം പ്രാപിക്കണം. ആത്മജന്മം പ്രാപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിയേണ്ട, സഭ അറിയേണ്ട അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. ആത്മജന്മം പ്രാപിച്ച എല്ലാവരും തന്നെ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മജന്മം പ്രാപിച്ചവരെല്ലാം തന്നെ എന്ത് പ്രാപിക്കണം? ആത്മസ്നാനം പ്രാപിക്കണം. വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത് അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ഞാനും അവനെ അറിഞ്ഞില്ല. ആമേൻ. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആമേൻ, സ്തോത്രം. ആത്മജന്മം പ്രാപിച്ച എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്, ആത്മസ്നാനം പ്രാപിക്കണം. അതാണ് യോഹന്നാൻ പറയുകയാണ്, എന്നെ അയച്ചവൻ ഞാൻ, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആളുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ സഭ അറിയേണ്ട അടിസ്ഥാനപരമായൊരു കാര്യം ആത്മജന്മം പ്രാപിച്ചവർ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം ആര് തരും? ആരുടെ മേൽ ആത്മാവ് വന്നിറങ്ങുന്നത് നീ കാണുമോ? ആരുടെ മേലാണ് ആത്മാവ് വന്നത്? യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നു. വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധ ആത്മാവിൽ
സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു. അപ്പോൾ നോക്കുക, ആത്മാവിൽ സ്നാനം കഴിപ്പിക്കണം. ആത്മജന്യം പ്രാപിച്ചവർ അടുത്ത ഒരു ലെവലിലേക്ക് പോകണം. അവർ എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കണം. അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാമത് അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നു, കർത്താവോട് കൽപ്പിച്ചു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ കാത്തിരിക്കണം. 5-ാം വാക്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് ആത്മാവ് സ്നാനമാണ്. ആത്മജന്യം പ്രാപിച്ചവർ അവിടെ കൊണ്ട് നിൽക്കരുത്. അവർ യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ കഴിയണം. യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കും എന്ന് കൽപ്പിച്ചു. ഉറക്കെ ഒന്ന് പറഞ്ഞേ, എന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. ആ വാക്കെന്നെ പേടിപ്പിക്കുകയാണ് മലയാളത്തിലുള്ളത്. അപ്പോൾ ആത്മസ്നാനം ഓപ്ഷനല്ല. ആത്മസ്നാനം എന്താണ്? കൽപ്പനയാണ്. അതിന് ആമേൻ പറയാൻ ഒക്കുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ പറയാം. ഇത്രയേ ഉള്ളൂ. ആമേൻ. പരിശുദ്ധാത്മ സ്നാനം ഓപ്ഷനല്ല, അത് കൽപ്പനയാണെന്ന് പറയാൻ കഴിയുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ദൈവത്തോട് പറഞ്ഞേ. ആത്മസ്നാനം പ്രാപിക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ചപ്പോൾ അവർ കൂടെയിരുന്ന കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലന്മാർ എല്ലാം ഉണ്ട്. അപ്പോസ്തലന്മാരെ കൂടാതെ കുറേ പേരുടെ പേര് കണ്ടു. അതാണ് 14-ന്റെ അവസാനം. ഇവർ എല്ലാവരോടും, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് ഈ വാക്കെന്നെ പേടിപ്പിച്ചു. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? യേശുവിൻ്റെ കൂടെ കിടന്ന അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവർക്ക് എന്ത് പ്രാപിക്കണമായിരുന്നു? ആത്മസ്നാനം പ്രാപിക്കണമായിരുന്നു. 2, യേശുവിൻ്റെ കൂടെ അടിച്ചു കളിച്ചു വളർന്ന അവൻ്റെ അർത്ഥ സഹോദരന്മാർ ഉണ്ടായിരുന്നു. ആ സഹോദരന്മാർ ഈ ആത്മസ്നാനം പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നു. സർവോപരി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ മറിയം, ലോകം കണ്ട ഏറ്റവും വലിയ ഡിവൈൻ മിസ്റ്ററിയാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുന്നു, പുരുഷനെ അറിയാതെ. അങ്ങനെ അതിന് ഭാഗ്യം ലഭിച്ച മറിയം കാത്തിരിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മറിയം ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിക്കുമ്പോൾ അതെന്നെ പേടിപ്പിക്കുകയാണ്. ആത്മസ്നാനം ഒരു ഓപ്ഷനല്ല. ആത്മജന്യം പ്രാപിച്ച മുഴുവൻ ദൈവമക്കളും ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ പിളർന്ന അഗ്നിജാലകൾ പോലെ അവരുടെ മേൽ വന്നു. അടുത്ത വാക്യം 2:3, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവിടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. 4-ാം വാക്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആ വാക്ക് എല്ലാവരും, ദൈവസഭ ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞേ, എല്ലാവരും. ആ കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും. എൻ്റെ സ്വപ്നം ഞാൻ പങ്കുവയ്ക്കുകയാണ്. പൂർത്തീകരിക്കാത്ത സ്വപ്നം, ഇന്നും പൂമണിയാത്തൊരു സ്വപ്നം, പക്ഷേ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നം. ഒരാൾ പോരാ, എല്ലാവരും ആത്മനിറവ് പ്രാപിക്കണം. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം, ആത്മസ്നാനം പ്രാപിച്ച കുറേ അമ്മച്ചിമാരുണ്ട്, അപൂർവം കുറേ സഹോദരന്മാരുണ്ട്, കുറച്ച് പേര്, ഭൂരിപക്ഷം സഹോദരിമാരാണ്. അത് കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് പുറവേ കാണുന്ന കാര്യം. ഒറ്റ കാര്യം കൊണ്ട് അവർ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടെ ഹൃദയ തകർച്ചയോടെ വന്നിരിക്കും. അതാണ് ഒരു പ്രത്യേകത. എന്നാലും ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സ്വപ്നമുണ്ട്. അത് എൻ്റെ സ്വപ്നമല്ല, വചനം എന്നെ പഠിപ്പിച്ചൊരു സ്വപ്നം. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിക്കാത്ത ഒരാളും ദൈവസഭയിൽ ഇല്ലാതെ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ഒരു 4-5 പ്രാവശ്യം വാക്കൊന്ന് പറയാമെങ്കിൽ ഒരു വലിയ വിടുതലുണ്ടാകും. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ഉറക്കെ പറഞ്ഞേ, എല്ലാവരും ആത്മ നിറഞ്ഞവരായി. എൻ്റെ വലിയൊരു സ്വപ്നം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നം, ഇന്നും അക്ഷരാർത്ഥത്തിൽ പൂവണിയാത്തൊരു സ്വപ്നം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അച്ഛനും അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും വല്യമ്മച്ചനും വല്യമ്മച്ചിയും എല്ലാവരും ആത്മസ്നാനം പ്രാപിച്ചവരാണെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾ സജീവങ്ങളാകാൻ തുടങ്ങും. കുടുംബ പ്രാർത്ഥനകൾ ആരാധനകളായി മാറാൻ തുടങ്ങും. ഈ സ്വപ്നം പ്രാപിക്കാൻ എത്ര പേരുണ്ട്? കുടുംബ പ്രാർത്ഥനകളിൽ പോലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. അച്ഛൻ, അപ്പച്ചൻ, അമ്മച്ചി, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരാണെങ്കിൽ ആ കുടുംബ പ്രാർത്ഥന ഒരു ഇടയോഗമായി മാറത്തില്ലേ? ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എല്ലാവരും ആത്മാവ് നിറയണം. എല്ലാവരും അത് ആഗ്രഹിക്കുന്നവരൊക്കെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച ഈ കൺവെൻഷന്റെ സമാപന രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ഈ പറഞ്ഞത് വചനത്തിൽ സത്യമാണെങ്കിൽ എല്ലാവരും
അത് ഞങ്ങൾക്ക് തരണമേ. ശകനം ഋഗനം ദഗനം ഋഗജം ആത്മജന്മം പ്രാപിക്കണം. യേശുവിനെ അറിയണം, കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയണം. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കർത്താവ് ഇന്ന് രാത്രി വിളിക്കുമ്പോൾ ആ ഇൻറ്റിമസി അനുഭവിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. അത് ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുമ്പോഴാണ്. ആത്മാവ് നിങ്ങളെ യേശുവിനെ അറിയാൻ സഹായിക്കുക, കൂടുതലായി യേശുവിനെ അറിയുവാൻ. എന്തുകൊണ്ടാണ് ആത്മസ്ഥാനം പ്രാപിക്കേണ്ടത്? ഒരു കാര്യം, ദൈവമാത്മാവാണ്. ദൈവമാത്മാവായതുകൊണ്ട് ആത്മാവാം ദൈവത്തെ നമുക്ക് ആത്മാവിൽ ആരാധിക്കണ്ടേ? ആത്മാവിൽ ആരാധിക്കണം. നോക്കുക, അവർ എല്ലാവരും എന്ത് ചെയ്തു? ആത്മാവ് നിറഞ്ഞു. ആ വാക്ക് എന്നെ കൊതിപ്പിക്കുന്ന ഒരു വാക്കാണ്. എല്ലാവരും ആത്മാവ് നിറയണം. എല്ലാവരും. എത്ര ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ സഭയിലുള്ള മുഴുവൻ കുഞ്ഞു കുട്ടികൾ നിങ്ങളുടെ ഒരു ശ്ലോകം പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് കാണും. ഈ 2019 ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം സമ്മാനിക്കുക. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ പേരും ആത്മസ്നാനം പ്രാപിച്ചിട്ട് ഇടയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന് തീ ഇറങ്ങി വരുന്നത് കാണാം. നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ട, നമ്മുടെ സമൂഹത്തിൻ്റെ ഉണ്ടായിരുന്ന, നമ്മൾ കേട്ട് പരിചയിച്ച ആശയങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി അത് കഥകളല്ല, നമ്മുടേതായി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവം ചരിത്രത്തെ തിരിച്ചു തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധി ഇരുന്നു കൊണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ അതരങ്ങളെ തുറന്ന് സ്തുതിച്ച് 2-3 കാര്യങ്ങൾ. ചിലർ യേശുവിനെ കൂടുതലായി അറിയട്ടെ. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള ഒരു അറിവ്, വ്യക്തിപരമായ ഒരു അറിവ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അറിവ്, അത് നമുക്ക് സാധിക്കുന്ന കാര്യം. പക്ഷേ ആഗ്രഹിച്ചാൽ മതി. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള അറിവിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ അന്തോ രഗജം ഋഗനം ശകനം രഗജ. എല്ലാവരും ആത്മാവ് നിറഞ്ഞു. അടുത്ത വാക്യം, എല്ലാവരും ആത്മാവ് നിറഞ്ഞു എന്ന് മാത്രമല്ല, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആത്മസ്നാനം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെ വ്യക്തമായൊരു തെളിവുണ്ടായിട്ടുണ്ട്. ആ തെളിവ് അന്യഭാഷയുടെ ഒരു തെളിവാണ്. അന്യഭാഷ, അതാണ് വേദപുസ്തകം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മസ്നാനത്തിൻ്റെ വ്യക്തമായ തെളിവാണ് അന്യഭാഷ. നോക്കൂ, 10-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. അവർ ആത്മസ്നാനം പ്രാപിച്ചു. പരിശുദ്ധാത്മ അടയാളം വന്നപ്പോഴത്തേന് അവർ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവർ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചതായിട്ട് അവിടെ കാണുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിസ്താര ഭയത്താൽ സമയം പോകുന്നതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. 19-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിലെത്തിയിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാവരും കൂടി എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാമ്പുറത്ത് സംഭവിച്ച കാര്യം അറിയാം. മന്ത്രവാദ പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, ഇന്നത്തെ കണക്കിന് വിലമതിക്കാനാവാത്ത പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. എന്താ കാര്യം? ദൈവത്തിൻ്റെ ആത്മാവ് കേവലം 12 പേരുടെ മേൽ വന്നെങ്കിൽ അവിടെ സംഭവിച്ച ഒരു മാറ്റം ഇന്നും സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കുടുംബാരാധനകളിൽ കുടുംബാരാധനകളിൽ എല്ലാവരും ആത്മാവ് നിറയട്ടെ. സഭായോഗങ്ങളിൽ എല്ലാവരും ആത്മാവ് നിറയട്ടെ. ഇന്ന് ഈ രാത്രി ഈ എളിയവൻ ഈ സ്വപ്നം പറയുമ്പോൾ അത് ദൈവസഭയുടെ ഒരു സ്വപ്നമായി, എൻ്റെ കർത്താവേ, എൻ്റെ ഒരു ആഗ്രഹമായി, എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമെങ്കിലും എനിക്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി മുഴുവൻ. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്തോ കഴിയും? അവിടെ ഓടിക്കൂടാൻ തുടങ്ങും. ഓടിക്കൂടുന്നവർ ആത്മസ്നാനം പ്രാപിക്കാൻ തുടങ്ങും. മറ്റൊരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ടാകും. എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഓടിക്കൂടിയവർക്കൊക്കെ എന്ത് മനസ്സിലാകാൻ തുടങ്ങി? ഭാഷ ഓടിക്കൂടിയവർക്കെല്ലാം എന്ത് മനസ്സിലായി? ഭാഷ മനസ്സിലായി. ഒരു പ്രത്യേക കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഭാഷ കലങ്ങിപ്പോയി. അവർ വലിയൊരു കെട്ടിടം പണിതു, അതങ്ങ് മേളി വരെ ചെന്നു. പക്ഷെ അവിടെ എന്ത് കലങ്ങി? ഭാഷ കലങ്ങിയെടുത്ത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നപ്പോൾ എന്ത് മനസ്സിലാകാൻ തുടങ്ങി? ഭാഷ മനസ്സിലാകാൻ തുടങ്ങി. വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഇന്ന് കുടുംബങ്ങൾ പോവുകയാണ്. കുടുംബങ്ങൾ മുഴുവൻ കലക്കങ്ങളാണ്. സഭകളിൽ കലക്കങ്ങളാണ്. എന്നും ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയാത്തൊരു തലത്തിലേക്ക് പോയി കലക്കങ്ങളുടെ ഒരു ലോകത്തേക്ക് പോവുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത. ഈ കലക്കത്തിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ പഠിച്ചപ്പോൾ ഒരു ബാബേൽ സ്പിരിറ്റ് ഉണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു സ്പിരിറ്റാണ്. അവർക്കൊരു പേരുണ്ടാക്കാൻ വേണ്ടി ഒരു കെട്ടിടം പണിതു. എന്തുവരെ പണിതു? ആകാശം വരെ. അവനവൻ്റെ ഒരു അവനമനസ്സത്തിൻ്റെ ലോകത്തിലേക്കും ഞാൻ മാത്രമെന്നുള്ള ചിന്ത. ഇതാണ് ഇന്ന് കുടുംബങ്ങളുടെയും വ്യക്തികളുടെ ഒരു ഫിലോസഫി. മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ ആൻഡ് മിനിമൈസിങ്
എക്സ്പീരിയൻസിങ് ഓഫ് പെയിൻ. എനിക്ക് എൻ്റെ കാര്യം മാത്രം ഒരു പരിധി വരെ പലരും കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെയും കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾക്കറിയോ, പണ്ടത്തെ പല മക്കളും പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവർക്കൊരു ഉടുപ്പ് വേണമായിരുന്നു, അവർക്ക് പലതും വേണമായിരുന്നു. പക്ഷേ അച്ചായന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പലരും മേടിച്ചോ? ഇല്ല, വേണമെന്ന് പറഞ്ഞിട്ടും അവർ വേണമെന്ന് വെച്ചു. എന്താ കാര്യം? അവർക്കറിയായിരുന്നു അവരുടെ അച്ചായൻ്റെ വിഷയം എന്താണെന്ന്. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അവരുടെ കാര്യമൊന്നല്ലാതെ തല്ലിക്കൊന്നാലും വേണ്ടില്ല, അച്ചായൻ ചത്താലും വേണ്ടില്ല, വഴക്കുണ്ടാക്കിയും വേണ്ടിയല്ല, അവർക്ക് വേണ്ടത് മേടിക്കും. എന്താ കാര്യം? അവരുടെ വേദന അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉണ്ടോ? ബുദ്ധിമുട്ടറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല, ബുദ്ധിമുട്ട് ഞങ്ങളുടെ വിഷയമേ അല്ലെന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂ, നിങ്ങൾ അച്ഛനും അമ്മയല്ലേ, അല്ല പിന്നെ ഞങ്ങൾ വേണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു മനോഭാവം. എന്താണ്? ഫിലോസഫിയാണ്. മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ. ഐ ആം തിങ്കിങ് അബൌട്ട് മൈസെൽഫ് ഓൺലി. കലക്കുകയാണ്, ഞാൻ എന്നെക്കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് പേരുണ്ടാക്കുക. അങ്ങനെ വന്നപ്പോൾ എന്തോ പറ്റി? കലക്കം ഉണ്ടാകാൻ തുടങ്ങി. വല്ലാത്ത കലക്കം, കുടുംബങ്ങളിലെ കലക്കത്തിൻ്റെ ഒരു ആത്മാവ് അങ്ങ് വ്യാപരിച്ചു. അങ്ങനെ വ്യാപരിച്ച് കഴിയുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്ത മനുഷ്യരായിട്ട് കുടുംബങ്ങൾ മാറുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. എത്ര വീടുകളിൽ നല്ല ഭക്ഷണം വെക്കും, പക്ഷേ കഴിക്കാനാകുന്നില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ലാത്തൊരു കലക്കം കയറി വരിക. ഇതൊരു പരമാർത്ഥമായ കാര്യം. എത്ര പേരെ ഞാൻ വിളിക്കുന്നത്, പ്രിയരെ, ഇഷ്ടം പോലെ ഡോളറി ശമ്പളം മേടിക്കുന്നവർ, പ്രിയരെ പൗണ്ടി ശമ്പളം മേടിക്കുന്നവർ എത്രയോ പേർ എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട് മാത്രം ചാകാതെ ജീവിക്കുക. കാരണം ഇതെല്ലാം കഷ്ടപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമില്ല. എന്താ കാര്യം? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ആരോഗ്യം കുറവുണ്ടായിട്ടാണോ? അല്ല. സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. വീടില്ലാഞ്ഞിട്ടാണോ? അല്ല. അറിയത്തില്ല എന്താണെന്ന്. ദിവസങ്ങൾ നഷ്ടപ്പെടുക. കാരണം കലക്കുക. ഇതിൻ്റെ പിന്നിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെയാണ് ബാബേലിൻ്റെ സ്പിരിറ്റ്. ബാബേൽ സ്പിരിറ്റ് വന്ന കലക്കം ഉണ്ടാകും. ഈ ബാബേൽ സ്പിരിറ്റ് ഭാഷ കലങ്ങിപ്പോവുക. ഭാഷ കലങ്ങെന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്കൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം, അന്നൊക്കെ കൊച്ചിലെ തൊട്ടൊരു ദൂത് കേൾക്കുന്നത്. കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അപ്പ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്, അമ്മയുടെ മുഖം ഒരു കട്ടയുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ പൊക്കോളാം പറഞ്ഞു. അമ്മ വരുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ല. അങ്ങ് പോയാൽ പോരെ, നീ എന്തിനാ ഇങ്ങനെ? എനിക്കും പറ്റില്ല, എന്തോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഞാൻ തിരിച്ച് റോഡിലിറങ്ങി. ഞാൻ വണ്ടി എൻ്റെ റിവേഴ്സ് എടുത്തുകൊണ്ട് എൻ്റെ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ കർത്താവ്, എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റി? അവിടെ എനിക്കൊരു ചിന്ത കിട്ടി. ഞാൻ വണ്ടി റോഡിൽ ഇട്ടിട്ട് തിരിച്ച് കയറി ചെന്ന് പറഞ്ഞു, എൻ്റെ അമ്മേ, വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2000 സമയം, അല്ല 2001 തോന്നുന്നു, എൻ്റെ പൊന്നമ്മല്ലമ്മേ, അമ്മയുടെ മോൻ ആദ്യമായിട്ട് കൺവെൻഷൻ പോകല്ലമ്മേ, എൻ്റെ ചക്കരയമ്മ ഒന്ന് പ്രാർത്ഥിച്ചാമ്മേ. ഒരൊറ്റ അമറും ഒരു പ്രാർത്ഥനയും. എന്തിനാ ഈ മുഖം വീർത്തിരുന്നറിയാമോ? അമ്മ ഓർത്തു, അമ്മയുടെ ഏകമോൻ ആദ്യമായിട്ട് കൺവെൻഷൻ പോകുമ്പോൾ അമ്മയുടെ അടുക്കുമെന്ന് പറയും അമ്മ പ്രാർത്ഥിക്കാൻ. എന്നാൽ ഈ അമ്മയ്ക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ, ഇങ്ങോട്ട് പാടാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതൊട്ട് പറയത്തുമില്ല, ഇതൊന്നും പറയത്തില്ല. പറയുമോ പാടാ മോനെ ഞാനൊന്ന് വേണേ അറിഞ്ഞോണം. ഇതറിയണമെങ്കിൽ, ഇതറിഞ്ഞില്ലെങ്കിൽ എന്തോ ഉണ്ടാകും? കലക്കം ഉണ്ടാകും. ഈ കലക്കം ഞാനങ്ങ് പോവും, എൻ്റെ ഭാര്യയ്ക്കിട്ട് കിട്ടും. പിന്നെ അവർ തമ്മിലടിക്കും. കാരണം ഈ ദണ്ണം മുഴുവൻ എവിടെ ആയിരിക്കും അടിക്കുന്നത്? അവിടെ അടിക്കും. അപ്പോൾ അവർക്കും പിടികിട്ടുന്നില്ല. ഈ സത്യത്തിന് എന്തോ കലക്കമെന്ന് ഈ അമ്മയ്ക്കും അറിയത്തില്ല. ഈ കലക്കം ഉണ്ടെങ്കിൽ ഒരു 3 ദിവസത്തെ അടിക്ക് വഴിയായോ? 3 ദിവസത്തിന് പോയോ? എന്താ കാര്യം? എന്നാ കാര്യം? ഒരു കാര്യമില്ലാത്തൊരു കലക്കം. ഇതിൻ്റെ പിന്നിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ പേരാണ് എന്ത്? ബാബേലിൻ്റെ സ്പിരിറ്റ്. എന്നാൽ ഞാൻ കണ്ടു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ കലക്കം മാറിയെന്ന് തന്നെയല്ല, അവർ ഒരുമനപ്പെട്ടിരുന്ന് പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. പ്രിയരെ, ഈ ഡിവൈൻ ഐറ്റിയുടെ ലോകത്ത് ഐറ്റി മുഴുവൻ കലക്കത്തിലേക്ക് കൊണ്ടുവന്ന് ബന്ധങ്ങളെ മുഴുവൻ അകറ്റുമ്പോൾ ഐറ്റിയുടെ ലോകത്ത് ഒരു DIT ഉണ്ടാകണം. അതെന്താണ്? ആത്മസ്ഥാനത്തിൻ്റെ ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ, അനുഭവം ഉണ്ടാകുമ്പോൾ, അത് നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ, അത് നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് ഭയങ്കര മാറ്റം ഉണ്ടാകും. ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്തുള്ള കലക്കങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ഒരു കാര്യവുമില്ലാത്ത അസ്വസ്ഥതയുടെ ദുഷ്ടാത്മാവെ അത് വിട്ടുപോകണമെങ്കിൽ ഒരേ ഒരു വഴി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ വ്യക്തികളെല്ലാവരും നിറയട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും
ശബന ഹബ്ദന റിഗന റബന ഹദന റിഗല രഗജ രബന ഹത്ത രഗജ രബന അർഖ ദഗന ശഗന രബന എല്ലാവരും 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 ആത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞാൽ ഒരു വ്യക്തമായ തെളിവുണ്ടാകും. ആ തെളിവാണ് അന്യഭാഷ എന്ന തെളിവ്. അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അത് കേവലം നിങ്ങളെ മുകളിലോട്ടും താഴോട്ടും വശങ്ങളോട്ടും ചലിപ്പിക്കുക മാത്രമല്ല, കരങ്ങളടിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ വീടിനകത്തെ കലക്കങ്ങളെ മാറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പണി ആത്മാവ് നമ്മളിൽ ചെയ്യും. എത്ര പേരുന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാവ് എന്നിൽ വന്ന് നിറയണം, എനിക്കൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഇനിയും ആവശ്യമാണ്, എൻ്റെ മരിക്കാത്ത ഈഗോകൾ ഇനിയും മാറാനുണ്ട്. മാറാൻ ഒരു വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അനിയന്ത്രിതമായ കോപം എന്നെ വല്ലാതെ അലട്ടുകയാണ്. എനിക്ക് ആത്മാവുണ്ട്, അന്യഭാഷയുണ്ട്, പക്ഷേ എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കോപത്തിൽ ഞാൻ പലതും പറയും, പലപ്പോഴും ആഗ്രഹിക്കും ഇനി ആവർത്തിക്കരുതെന്ന്, പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ന് രാത്രി വ്യത്യാസം വരുത്തുന്ന ഒന്നുണ്ട്. അനുവദിച്ചു കൊടുത്താൽ നിൻ്റെ വ്യക്തിത്വത്തിനകത്തിരിക്കുന്ന DNA കിടക്കുന്ന സ്വഭാവങ്ങളെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റാൻ, നമ്മുടെ നാവിനെ മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. ഇന്ന് രാത്രി കർത്താവേ, എനിക്ക് ആ അനുഭവത്തെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാട്ട്. ഒന്ന്, ഇൻറ്റിമേറ്റായിട്ട് ദൈവത്തെ അറിയുക. ബുദ്ധിക്കപ്പുറം യേശുവിനെ അറിയണം. ആഗ്രഹമുണ്ടോ ബുദ്ധിക്കപ്പുറം യേശുവിനെ അറിയണമെന്ന്? ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി, യേശു കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഏതാണ്ട് ഒരു 10 വർഷത്തിലേറെയായിട്ട് നിരന്തരമായിട്ട് പ്രസംഗിക്കുന്നു. ഒരു 7 വർഷമായിട്ട് നിരന്തരം പ്രസംഗിക്കുന്നു. കുഞ്ഞിലെ തൊട്ടേ പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ബുദ്ധി കൊണ്ടല്ല, അതിനപ്പുറത്ത് എൻ്റെ അടുത്ത് വരുന്ന ഒരു യാഥാർത്ഥ്യമായി എൻ്റെ ബുദ്ധിമുട്ടുകളിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി യേശു ഒരു യാഥാർത്ഥ്യമാണ്. 2, ആത്മശാനം പ്രാപിച്ചാൽ കുടുംബങ്ങളിലെ കലക്കങ്ങൾ മാറും, സഭകളിലെ കലക്കം മാറും. സ്വപ്നം പങ്കുവയ്ക്കട്ടെ, എല്ലാവരും ആത്മശാനം പ്രാപിക്കണം. ഇതെൻ്റെ സ്വപ്നമാണ്. എൻ്റെ സഭയെക്കുറിച്ച് തന്നെയല്ല, ആഗോള ദൈവസഭയെക്കുറിച്ച്, കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വലിയൊരു സ്വപ്നം. എല്ലാവരും ആത്മാവ് നിറയണം, എല്ലാവരും ആത്മാവ് നിറയണം. അത് ഈ ദിവസങ്ങൾ നടക്കും. നിങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കും. എവിടെ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും. ആഗ്രഹിക്കുന്ന നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. ആത്മാവ് നിറയണം. ആത്മാവ് നിറഞ്ഞ പ്രിയരെ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചവരോട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം എടുക്കാൻ സമയമില്ല. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചവരെല്ലാം എന്ത് ചെയ്യണം? ആത്മസ്നാനത്തിന് വേണ്ടി, ആത്മസ്നാനം പ്രാപിച്ചവർ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മനിറവ് എന്താണ്? ആത്മസ്നാനം തരുന്നത് നമ്മുടെ ഒരു മൺകൂടാരത്തിലാണ്. ഈ നിക്ഷേപം നമ്മുടെ മൺപാത്രത്തിലാണ്. മൺപാത്രത്തിൽ ഈ നിക്ഷേപം ഉണ്ടെങ്കിൽ ഒരു മൺകലത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ അത് കുറയാൻ തുടങ്ങും. എന്താ കാര്യം? മൺപാത്രം വലിച്ചെടുക്കും. ഇതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ മണ്ണിലേക്കാണ്, നമ്മുടെ ഈ ശരീരത്തിലേക്കാണ് അയക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇതിൻ്റെ അളവ് കുറയും. അളവ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ അപ്പം കാത്തിരുന്നോണം. എന്തിനാണെന്നറിയാമോ? അത് നിറയാൻ വേണ്ടി. നിറഞ്ഞാൽ എന്തോ സംഭവിക്കും? യോഹന്നാൻ 7, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് ഒഴുകാൻ തുടങ്ങും. ഒഴുകിയാൽ എന്തോ സംഭവിക്കും? ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി പ്രിയരെ, കേരളത്തിൽ ഒരു ജീവിക്കുന്ന ചലനം ഉണ്ടാകാൻ ഒരേ ഒരു വഴി, സഭകൾക്കകത്ത് വന്ന് ആത്മാവ് നിറഞ്ഞ് അത് ഒഴുകാൻ തുടങ്ങണം. എത്ര പേര് അതിനുവേണ്ടി? നമ്മൾ നിറയാതെ നമുക്കെങ്ങനെ ഒഴുകാൻ കഴിയും? ആത്മസ്നാനം പ്രാപിക്കാതെ എങ്ങനെ നിറയാൻ കഴിയും? നിറഞ്ഞാലേ ഒഴുകാൻ കഴിയത്തുള്ളൂ. ഒഴുകിയാൽ ചലിക്കുന്ന പ്രാണികളൊക്കെ ജീവിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി കർത്താവേ, എനിക്കിതിന് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ കൃത്യമായി ഈ പെന്തക്കോസ്ത് മഹാസംഗമത്തിൻ്റെ അവസാന രാത്രി എല്ലാ ദൈവമക്കളും 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. 1, എനിക്ക് ഇൻറ്റിമേറ്റായിട്ട് ബുദ്ധിക്കപ്പുറത്ത് എൻ്റെ യേശുവിനെ അറിയണം. എനിക്കൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് യേശുവുമായിട്ട് വേണം. എൻ്റെ ബുദ്ധിക്കപ്പുറത്തേക്ക് എനിക്ക് യേശുവിനെ അറിയണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ സാധു സുന്ദർസിങ്ങിനെയൊക്കെ പഠിച്ചപ്പോൾ മിസ്റ്റിക്കിസം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്ന് എനിക്കറിയാം, ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിക്കപ്പുറത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. ബുദ്ധിക്കപ്പുറത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശു. യേശു ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യം. യേശു കർത്താവ് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യം. 2, ആ ഇൻറ്റിമേറ്റായിട്ട് അറിവ് ലഭിക്കുമ്പോൾ കാത്തിരിക്കുക ആത്മസ്നാനത്തിന് വേണ്ടി. ആത്മസ്നാനം തരുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങും. ആരൊക്കെ? എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും. ഗുണം എന്താണ്? വ്യക്തിത്വത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ കാണുന്ന മാറ്റം പ്രിയരെ, ആരാധന ഉണ്ടാകുന്ന മാറ്റമല്ല, വ്യക്തിത്വങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാകും, കുറച്ചുകൂടെ നല്ലൊരു ഭാര്യയാകും, കുറച്ചുകൂടെ നല്ല മക്കളാകും, കുറച്ചുകൂടെ നല്ല മാതാപിതാക്കളാകും. കലക്കങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് നിറയട്ടെ, കുടുംബങ്ങളിൽ നിറയട്ടെ. കർത്താവേ, ബാബേൽ സ്പിരിറ്റിന് മാറാൻ ഒരേ ഒരു വഴി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്.
കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. വേർപെട്ട നമ്മുടെ ഇടയെ പോലും കലക്കങ്ങളെ കൊണ്ടിടുന്ന ബാബേലിൻ്റെ സ്വാധീനം ഈ ദിവസങ്ങളിൽ കൂടാനൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുറഞ്ഞതുകൊണ്ടാണ് ബാബേൽ കലക്കങ്ങൾ കൂടുന്നത്. ബാബേലിൻ്റെ സ്പിരിറ്റിൻ്റെ സാന്നിധ്യം മാറിപ്പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ദൈവാത്മാവിനെ അനുവദിച്ച് ദൈവാത്മ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് അതുകൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ ഈ കലക്കം നമ്മളെ നാറ്റവിഷയമാക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ബാബേൽ സ്പിരിറ്റ് മാറിപ്പോകാൻ ഒരേ ഒരു വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇന്ന് രാത്രി ഇത് മൂന്നും ഇവിടെ നടക്കട്ടെ. ഇന്ന് രാത്രി മുതൽ കർത്താവ് ചിലരെ നിറയ്ക്കുകയാണ്. കൂടുതലായി യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുക, യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുക, ഇൻറ്റിമേറ്റ് ആയിട്ട് നടക്കുക. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയും, നിന്റെ ദർശനങ്ങളിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയും, നിന്റെ ദുഃഖങ്ങളിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയും, രോഗങ്ങളിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയും. യേശു കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകും. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചതാണ് ഞാൻ, പക്ഷേ എനിക്കിത് പോരാ. ആത്മനിറവിലേക്ക് എന്നെ കൊണ്ടുവരണം. നിറഞ്ഞു വന്നിട്ട് അത് കവിയാൻ തുടങ്ങണം. കവിയുമ്പോൾ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കാൻ തുടങ്ങണം. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. എല്ലാവരും സഭയ്ക്കകത്ത് ആത്മസ്നാനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. ഈ സെൻറ്ററിലുള്ള മുഴുവൻ ദൈവമക്കളും അല്ല, നമ്മുടെ കേരളത്തിലെ മുഴുവൻ ദൈവസഭകളിലും ഈ നിറവുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അതരം തുറന്ന് പ്രാർത്ഥിച്ച് ഷഖ നിഗതന ഹർക്കന ദിഗന റബന അർക്ക ദിബന ശബന ഹതന ഇൻറ്റിമേറ്റായിട്ട് ദൈവത്തെ അറിയുക. ആത്മസ്നാനത്തിന് അറിവ് അപ്പം സംഭവിക്കും. ഒരു കലക്കത്തിൻ്റെ ആത്മാവ് മാറിപ്പോകും. ഒരു കാര്യവുമില്ലാതെ കലക്കുന്ന ഒരു ബാബേൽ സ്വാധീനം ഇന്ന് രാത്രി ദൈവം തകർക്കും. അതൊരു പട്ടണത്തിൻ്റെ സ്വാധീനമാണ്, അതൊരു സംസ്ഥാനത്തിൻ്റെ സ്വാധീനമാണ്. ആ സ്വാധീനത്തെ മാറ്റാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ഒന്നേ ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾക്കകത്തേക്ക് എല്ലാവരും ഈ 2019 ആത്മസ്നാനം പ്രാപിക്കട്ടെ. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എൻ്റെ കർത്താവിനോട് ഞാൻ ഒറ്റ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം. കർത്താവ് എനിക്കിതിനെ കൂടുതലായിട്ട് അറിയണം, എനിക്കിത് പോരാ കർത്താവേ, ആത്മാവ് നിറയണം. കുടുംബ പ്രാർത്ഥനകളിലകത്തേക്ക് ആത്മസാന്നിധ്യം എഴുന്നള്ളി വരണം. കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, അതരം തുറന്ന് സ്തുതിച്ച് അന്യഭാഷകളിൽ സ്തുതിക്കാവുന്നവരൊക്കെ. നമ്മളൊരു കൺവെൻഷൻ്റെ ആ നഗറിലാണ് ഇരിക്കുന്നത്, പരസ്യ സ്ഥലത്താണ് എങ്കിൽ പോലും അതരം തുറന്ന് സ്തുതിച്ച് അന്യഭാഷകളിൽ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഷഗന ഖദന റിഗന റബന ഖദന. ഇത് ദൈവമക്കളുടെ ആത്മീയ സംഗമമല്ലേ. ഇന്ന് രാത്രി ആരും വെറുതെ ഇരിക്കരുത്. അക്ഷരികമായി മനുഷ്യൻ അറിയേണ്ട ആ ഇൻഫർമേഷൻ നമ്മളിന്ന് രാത്രി കൊടുത്തു. അതാണ് ആത്മജനനമെന്ന് പറയുന്നത്. മനുഷ്യൻ അത് അറിഞ്ഞേ ഒക്കത്തുള്ളൂ. സുവിശേഷ പ്രഭാഷണം അത് പറയാതെ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടത്തില്ല. എന്നാൽ സഭ അറിയേണ്ട, കുടുംബങ്ങൾ അറിയേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, ബാബേലിൻ്റെ സ്പിരിറ്റ് വിട്ടുപോകണം. ബാബേൽ സ്പിരിറ്റ് കയറി കളിക്കുകയാണ്. അതിനെ മാറ്റാൻ ഒരേ ഒരു വഴി, നമ്മൾ ശാസിച്ചാൽ പോകത്തില്ല. എന്നാൽ പരിശുദ്ധാത്മ സാന്നിധ്യം അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ ഇത് നിറഞ്ഞാൽ മറ്റതില്ലാതാകും. ഇന്ന് രാത്രി അത് വിട്ടുപോകട്ടെ. കുടുംബങ്ങളിലെ സഭകളുടെ ഹൃദയങ്ങളിൽ കുട്ടികൊള്ളുന്ന ആ കലക്കത്തിൻ്റെ ദുഷ്ടാത്മാവ് ഇന്ന് രാത്രി വിട്ടുമാറിയിട്ട് സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും മാറ്റട്ടെ. ഷഗ നിഗന രഗജ റബന സ്വാർത്ഥതകൾ മാറട്ടെ, അകാരണമായ കോപങ്ങൾ മാറട്ടെ, വൈരാഗ്യങ്ങൾ മാറട്ടെ, പരിഹാസങ്ങൾ മാറട്ടെ, വാശി മാറിയിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി മാറട്ടെ. യേശുവിനോടൊപ്പം നടക്കാൻ തടസ്സമായിട്ടുള്ള നമ്മുടെ സകല റഫ്നെസ്സിനെ ഇന്ന് രാത്രി കർത്താവ് അവൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് തേച്ച് മായ്ച്ച് കളയുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകട്ടെ. കലക്കത്തിൻ്റെ ആത്മാവേൽ മാറിയിട്ട് മനസ്സിലാക്കുന്ന ഭാഷയുടെ നിറവ് കൊണ്ട്, സമാധാനത്തിന് നിറവ് കൊണ്ട് കുടുംബങ്ങൾ നിറയുന്ന രാത്രിയായി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ രാത്രി മാറട്ടെ. കൺവെൻഷൻ്റെ സമാപന രാത്രി ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. ദൈവദാസന്മാരെ മടങ്ങിപ്പോയി നിങ്ങളുടെ വേദപുസ്തകങ്ങൾ അടിസ്ഥാനമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും അമ്മമാരെ നിങ്ങൾ മാത്രം ആത്മസ്നാനം പ്രാപിച്ചാൽ പോരാ. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ കൊച്ചുങ്ങൾ, അപ്പച്ചന്മാരെ, നമ്മുടെ വീടുകളിൽ മുഴുവൻ പേരും ആത്മസ്നാനം പ്രാപിച്ച് ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ സ്തുതിക്കുന്ന ആ ഭയങ്കര സന്തോഷത്തിൻ്റെ നഷ്ടപ്പെട്ട നാളുകൾ, ഇന്നലകൾ നമുക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. ഈ കൺവെൻഷൻ മുഖാന്തരം അത് സംഭവിക്കട്ടെ. ശകനം ദിഗനം രഗജം രഗലം ദിഗനം രഗജം രഗനം ദഗനം രഗജം രഗനം ശകനം ദിഗനം രഗജം. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷകളിൽ സ്തുതിക്കാവുന്നവരെല്ലാം അതരം തുറന്ന് അന്യഭാഷകളിൽ സ്തുതിച്ചാട്ട്. ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മസ്നാനം പ്രാപിക്കാത്തവർ, അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്തവർ ഈ നിമിഷം അതരം തുറന്ന് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് സ്തുതിച്ച് ദൈവം നിങ്ങളുടെ നാവിലേക്ക് പുതിയ ഭാഷകളെ തരും. പുതിയ ഭാഷകൾ തരുമ്പോൾ നിങ്ങളത് വിശ്വസിച്ച് പ്രാപിക്കുക.
ആത്മാവ് ഇത് ഇടപെടുമ്പോൾ കർത്താവ് എൻ്റെ വീടിനകത്ത് ഒരു അസാധാരണമായ അസ്വാഭാവികമായ ഒരു കലക്കം എല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ കഴിയാത്ത ഒരു അസ്വാഭാവികമായ ഒരു കലക്കം എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. സമ്പത്തുണ്ട്, വീടുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ എന്തോ ഒരു അസ്വാഭാവികത. ഇന്ന് രാത്രി അതിൻ്റെ പിന്നിലെ ഒരു ആത്മാവിനെ ദൈവാത്മാവ് കണ്ടുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. ഒരു കാര്യവുമില്ലാതെ സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്ന ബാബേൽ സ്പിരിറ്റ് മാറാൻ ഒരു വഴി ആത്മാവിൽ ഏറെ നേരം ആരാധിക്കുക. എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കുക, കലക്കങ്ങൾ മാറും. കർത്താവ് ദൈവസഭകൾക്കകത്തുനിന്ന് അത് മാറട്ടെ, ദൈവസഭകൾക്കകത്തുനിന്ന് മാറട്ടെ. കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ സഭ. കുടുംബങ്ങളിലെ ആ ബാബേൽ മാറിയാൽ സഭയിലെ ബാബേൽ സ്പിരിറ്റ് മാറും. കർത്താവെ അത് മാറട്ടെ. ശകന റിഗന രബന ഹതന രഗന രഗന. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ, ഇന്ന് രാത്രി നിറയ്ക്കണമേ. അപ്പച്ചാ ഇന്ന് രാത്രി നിറയ്ക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ ഞങ്ങളെ ഇന്ന് രാത്രി നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഞങ്ങൾക്കിത് പോരാ, ഞങ്ങൾ അല്പശാനം പ്രാപിച്ചവരാ, പക്ഷേ ഈ നിക്ഷേപം ഈ മൺപാത്രത്തിൽ നിന്ന് ഞെരുങ്ങുകയാ. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. എന്നാൽ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരു നിറഞ്ഞ് കവിച്ചിൽ വേണം, ആത്മനിറവ് വേണം, ആത്മനിറവ് വേണം. അതിനൊറ്റ ആഗ്രഹം, ഏൽപ്പിച്ചു കൊടുക്കുക. അത് ദിനംതോറും സംഭവിക്കേണ്ടതാണ്. അല്പശാനം ഒരു ദിവസം കൊണ്ടാണെങ്കിൽ ആത്മനിറവ് എല്ലാ ദിവസവും സംഭവിക്കണം. അത് പ്രിയരെ, ദൈവത്തോടൊപ്പം ദൈവത്തെ സ്വീകരിക്കുന്നതും ആത്മജനനവും ഒരു ദിവസത്തിനുള്ളതാണെങ്കിൽ ദൈവത്തോടൊപ്പം നടക്കുന്നത് ഇവിടം കൊണ്ട് ഒരു ദിവസത്തേക്കിനല്ല, എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം ദിനവും യേശുവിൻ്റെ കൂടെ. എന്നിട്ട് എന്താ സംഭവിക്കുക? ഒരു ദിവസം യേശുവിനോടൊപ്പം നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കും. ഒരിക്കലും പിരിയാതെ കർത്താവിനോടൊപ്പം നടക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, ഇന്ന് നമ്മൾ കൊതിക്കുന്ന, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന യേശുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് അവിടുത്തോടൊപ്പം ജീവിക്കാൻ കഴിയും. ആത്മജനനം, ആത്മസ്നാനം, ആത്മനിറവ്. കണ്ണുകടച്ച് പ്രാർത്ഥിച്ച്, പിതാവേ ഞങ്ങളത് കൊതിക്കുക. അപ്പച്ച ഞങ്ങളത് കൊതിക്കുക. ഞങ്ങളുടെ യേശുവിനെ ബുദ്ധിക്കപ്പുറം അറിയണം. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് ബുദ്ധിക്കപ്പുറം അറിയണം. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് ബുദ്ധിക്കപ്പുറം അറിയണം. യേശുവെ, ഞങ്ങളുടെ യേശു കർത്താവിനെ ഞങ്ങൾക്ക് ബുദ്ധിക്കപ്പുറം അറിയണം. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ അറിഞ്ഞവരാ. അവരുടെ ഒപ്പം കർത്താവ് നടന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വേദനകൾ യേശു ഇറങ്ങി വന്നവരെ തൊട്ടു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കൊരറിവാണ് കർത്താവേ. എന്നാൽ അറിവിനപ്പുറത്തത് ഞങ്ങളുടെ അനുഭവമാക്കണേ. ഞങ്ങളത് കൊതിക്കുക കർത്താവേ. ഞങ്ങളുടെ അമ്മച്ചിയെ തൊട്ട കർത്താവ്, ഞങ്ങളുടെ അപ്പച്ചനെ വഴി കാണിച്ച കർത്താവ്, യേശുവിനെ ബുദ്ധിക്കപ്പുറത്തേക്ക് അറിയുന്നവരായി. അങ്ങനെ വന്നാൽ ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ ആർക്കും കഴിയത്തില്ലല്ലോ. യേശുവിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മോട്ടിച്ചുകൊണ്ട് പോകാൻ ഒരുത്തരും കഴിയത്തില്ലല്ലോ. കർത്താവ്, ബുദ്ധിയിലാണ് യേശുവിനെ അറിയുന്നതെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ അവർ ആ യേശുവിനെ ഇട്ടേച്ച് പോകും. എന്നാൽ യേശുവിനെ അവരെ ഹൃദയം കൊണ്ട് അറിഞ്ഞാൽ ആര് നോക്കിയാലും അവർക്ക് യേശുവിൽ നിന്ന് അവരെ മാറ്റാൻ കഴിയത്തില്ലല്ലോ. ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ വന്നതിനോ വരുവാനുള്ളതിനോ അല്ല, ഒരു പ്രേമബന്ധത്തിന് പോലും തട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത പോലെ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി ഹൃദയങ്ങൾ നിറയട്ടെ. അപ്പച്ചാ, ഞങ്ങളെ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭകളെ സമർപ്പിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി മാറണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാക്കണമേ. ഞങ്ങളുടെ പ്രയോറിറ്റി അതായിരിക്കണേ കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം.